ചഷകം രത്നോത്പലം വിഭൃതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേതു പരാമംബികാം ധ്യായേതു പരാമംബികാം ധ്യായേതു പരാമംബികാം. അടുത്തത് സ്വാഗതമാണ്. ശാവണാജി പ്ലീസ് രണ്ടാം ദിവസത്തെ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി വളരെ വിദൂരതയിൽ നിന്ന് ശ്രീ ശ്രീകുമാർ ദീപക്കാർ അവരുടെ വൈസ് ചെയർമാൻ കൂടിയായ നമസ്തേ സ്വാഗതം. ശ്രീകുമാർജി, സ്നേഹം നിറഞ്ഞ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഒന്ന് വാട്സപ്പ് ചെയ്യൂ മെസ്സേജ്. ഒരു മീറ്റിങ്ങിലാണ്, ഞാൻ മീറ്റിങ്ങിലാണ്. ഒന്ന് മെസ്സേജ് ചെയ്യൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. വീഡിയോ നോക്കി കേൾക്കാം കേൾക്കാം. ശ്രീമാജി പറഞ്ഞു. ശ്രീമാജി കേൾക്കാവോ? പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു. കേൾക്കാം. സ്നേഹം നിറഞ്ഞ പാഞ്ചജന്യം കുടുംബാംഗങ്ങളെ, ആദരണീയരായ പാഞ്ചജന്യത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വ നിര, അതുപോലെ തന്നെ ഇതിന്റെ ഊർജസ്വ സൗണ്ട് വരുന്നില്ല. ശ്രീകുമാർജിക്ക് നെറ്റിന്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അതൊന്ന് പൂർത്തീകരിക്കുന്നതിനായി ഡോക്ടർ ഹരിദാസ് ശങ്കറിന് സ്വാഗത പ്രസംഗം. ഹലോ, ഇതിനിടയ്ക്ക് എനിക്കൊരു കോള് കയറി വന്നതിനകത്ത്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതായി പോയി. എത്രയും സ്നേഹമുള്ള പാഞ്ചജന്യം കുടുംബത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട TP സർ, ജനറൽ സെക്രട്ടറി നമ്മളുടെ പ്രിയപ്പെട്ട വിനോദ്ജി തുടങ്ങി നമ്മുടെ കുടുംബാംഗങ്ങൾ, ശക്തരായ കുടുംബാംഗങ്ങൾ, വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ വളരെ വളരെ ഗൗരവമായ ഒരു ആലോചന യോഗമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ആലോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അധ്യക്ഷനും ജനറൽ സെക്രട്ടറിക്കും, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്നും, അതുപോലെ തന്നെ ഡൽഹി, ഓസ്ട്രേലിയ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലായിടത്തുനിന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും, അതുകൊണ്ടാണ്. എല്ലാവർക്കും സ്നേഹനിർഭരമായ എൻ്റെ സ്വാഗതം. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷഭാഷണമാണ്. അധ്യക്ഷഭാഷണം നിർവഹിക്കുന്നതിനായി സംഘടനയുടെ ദേശീയ ചെയർമാൻ ഡോക്ടർ TP ശശികുമാർ സാറും ശശികുമാർ സാറിന് ആദർശം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് വിനോദ്ജി അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടതാണ്. പാഞ്ചജന്യം ഭാരതം BJP തന്നിട്ടുള്ള ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ആനുകാലിക സാഹചര്യങ്ങളിൽ
സംഘടന സ്വീകരിക്കേണ്ട നിലപാടുകളും പ്രവർത്തന പദ്ധതികളും എന്നാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആധ്യാത്മിക, കല, സാംസ്കാരിക, സൃഷ്ടിപര എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഓരോ മാർഗങ്ങളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ആലോചനകൾ ഉണ്ടാവും. അതൊക്കെ സ്വരൂപിക്കുക, അതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ എന്നോടിത് എന്തെങ്കിലും പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് അയച്ചത്. എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല, കാരണം ആരും റെസ്പോണ്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സംഘടനയുടെ സ്വാധീനം സമൂഹത്തിൽ ഗുണകരമാകുന്ന വിധത്തിൽ നമ്മൾ വിപുലീകരിക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം, ആരും ആക്റ്റീവായിട്ടുള്ളവർ വേറൊരു സംഘടനയിലേക്ക് ചേക്കേറാൻ അത്ര മുതിരില്ല. അപ്പോൾ അവരെ ഉൾപ്പെടുത്താനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് അവരെ ആദരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാഞ്ചജന്യം ഭാരതത്തിന് അംഗീകാരം സാമൂഹിക പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാകാരന്മാർക്കും സൃഷ്ടിപരമായിട്ടുള്ള കഴിവുള്ളവർക്കും സംരംഭകർക്കും മഹാത്മാക്കൾക്കും സന്യാസികൾക്കും മറ്റ് വിശേഷ വ്യക്തികൾക്കൊക്കെ നമ്മൾ ആദരവ് ഏർപ്പാടാക്കിയാൽ ഒരു പ്രോഗ്രാം ഏർപ്പാടാക്കാൻ പറ്റും. അത് ഏത് സംഘടനയുടെ ആണോ പ്രസിഡന്റിനാണ് ഇപ്പം നമ്മൾ കൊടുക്കണമെങ്കിൽ ആ സംഘടന ആ സ്ഥലത്ത് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ അത് പാഞ്ചജന്യത്തിൻ്റെ പ്രോഗ്രാമായി മാറും. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പോയിട്ട് അവരെ ആദരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് കുറേ ആൾക്കാരിലേക്ക് നമുക്ക് എളുപ്പമെത്താൻ സാധിക്കുന്ന, ബാക്കി സംഘടനകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പാഞ്ചജന്യം ഭാരതം എന്ന് എളുപ്പത്തിലെത്തിക്കാൻ സാധിക്കും. അതിന് ഒരു ഷീറ്റ് ഓഫ് അപ്രീസിയേഷനോ അതിന് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ളൊരു കമ്മിറ്റിയോ ഒക്കെ രൂപീകരിച്ചിട്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഓരോ ജില്ലകളിലും തുടക്കം, പിന്നെ ഇന്ത്യയിലുടനീളം, പിന്നെ പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അവിടെയുള്ള മലയാളി സമാജങ്ങളാവാം, നായർ സമിതികളാവാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളാവാം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തന്മാരാവാം, അവരുടെ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് പാഞ്ചജന്യം അവരെ അനുമോദിക്കുക എന്നുള്ള തരത്തിലൊരു പത്രം എഴുതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വളരെ മിനിമം ആയിട്ടുള്ളൊരു സംഭവം മതി, പക്ഷെ ഒരു റെക്കഗ്നീഷൻ പോലെ. അപ്പോൾ എല്ലായിടത്തും പാഞ്ചജന്യത്തിൻ്റെ ഒരു പ്രസന്റേഷൻ ബാക്കിയുള്ളവരുടെ പ്രോഗ്രാമിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അത് വലിയ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസിങ്ങിൻ്റെ നേതൃസ്ഥാനത്തുള്ളവർക്കൊക്കെ നമ്മൾ ആദരിക്കുന്ന തരത്തിലാക്കിയിട്ട് മാറ്റണം. കുറേ പൊതുപരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. അത് ഇപ്പം ഞാൻ പറഞ്ഞ അവാർഡുകളാവാം, അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നതാവാം, അത് പൊതുപരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാവാം, അവരുടെ പരിപാടികൾ നമ്മൾ എത്തിച്ചേരുന്നതാവാം. ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ തോന്നുന്ന വ്യത്യസ്തമായ സംഭവങ്ങളെ നമ്മൾ മറ്റ് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പേരിൽ ആ ഇൻ്റർവ്യൂ വരുമ്പോൾ ഇതിൻ്റെ ഒരു ബാനർ പലയിടത്തും എത്തിക്കാൻ സാധിക്കും. അവരിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാനും സാധിക്കും, നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനും സാധിക്കും. പല സ്ഥലത്തും നമുക്ക് കോർഡിനേറ്റർമാർ ഇല്ല, അവരെ കണ്ടെത്തുക, അവിടെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ് ഒരു കോൾ എടുത്തിട്ട് തിരിച്ചു വരാം. നമസ്തേ. somebody can start, I think. എന്തെങ്കിലും ഡിസ്കഷൻ പറ്റുകയാണെങ്കിൽ തുടങ്ങിക്കോളൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്ലേസ് ചെയ്യാം ഈ സമയത്ത്. പറയാനുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം. എനിക്ക് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കമ്മിറ്റി എന്നാണ് എല്ലാം ആണല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു രൂപരേഖ നമുക്ക് ഉണ്ടാകണം. അതായത് ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, എന്തൊക്കെ ചെയ്യണം, അത് വെറും നാഷണൽ, അത് ക്യാപിറ്റൽ ഏരിയയിൽ മാത്രമല്ലാതെ എല്ലാ സ്റ്റേറ്റിലും ഒരു റെസ്പോൺസിബിലിറ്റി, എപ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ള ഓരോ സ്റ്റേറ്റിന്റെ ചുമതല, അവര് എന്തൊക്കെയാണ് പരിപാടി പ്രോഗ്രാം അവർ ഓർഗനൈസ് ചെയ്യുക വിത്തിൻ നെക്സ്റ്റ് 1 year, ഒരു വർഷത്തിനുള്ളിൽ അവരെന്തൊക്കെ പ്രോഗ്രാം ചെയ്യും, അതിന്റെ ഏകദേശം ടെന്റേറ്റീവ് ഡേറ്റ്, ഏകദേശമുള്ള ഡേറ്റ്
അതുപോലെ പല പ്രോഗ്രാമുകളും എല്ലാവരും ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കി അയച്ചാൽ അത് നമുക്കൊരു ഫോളോ ചെയ്യാൻ ഇപ്പൊ വന്നതുപോലെ പെട്ടെന്ന് ഒരു പരിപാടി ചെയ്യുന്നതിലും നല്ലത് എല്ലാ പരിപാടിയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരാഴ്ച ഒരു മാസം മുമ്പിലേ അറിയാം ഈ പരിപാടി നമ്മൾ ചെയ്യണം. അപ്പോൾ ഓരോ സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും പിന്നെ സെൻട്രൽ കമ്മിറ്റി ആയാലും എന്തൊക്കെ പരിപാടി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു രൂപരേഖ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ട് എല്ലാവരോടും വാങ്ങി അത് കോർഡിനേറ്റ് ചെയ്തിട്ട് സെൻട്രലി അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. പബ്ലിഷ് എന്ന് എല്ലാവരോടും പറയാം. ഇപ്പം ഞാൻ പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാവരും അത് അറിയാം. അപ്പോൾ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും അതും ഇപ്പം ഡൽഹി തന്നെ ആയാലും ഓരോ ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം മയൂർ വിഹാർ ഏരിയയോ അല്ലെങ്കിൽ ലക്ഷ്മി നഗർ ഏരിയയിൽ നമുക്കൊരു കമ്മിറ്റി കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഏരിയയിലും നമുക്ക് ഡൽഹിയിലായപ്പോൾ ഓരോ ഏരിയയിലും പിന്നെ സ്റ്റേറ്റിലാകുമ്പോൾ ആ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ നമുക്ക് അവർക്ക് ഓരോ പരിപാടി ഓരോ ഇപ്പം ആന്ധ്രയിലുള്ളവരാണെങ്കിൽ ആന്ധ്രേനെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അവിടുത്തെ ഉത്സവങ്ങളും അവിടുത്തെ പ്രത്യേക ദിവസങ്ങളും വരുന്ന അനുസരിച്ച് എന്തൊക്കെ ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്യും. അതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലും എല്ലാവരുടെയും ലൈം ലൈറ്റിലേക്ക് വരാനുള്ള വലിയൊരു നല്ലതായിരിക്കും എനിക്ക്. ഇതാണ് ഞാൻ കോർഡിനേഷൻ ഓരോ ജില്ലയിലും കൺവീനർമാരെ, സംസ്ഥാന തലത്തിൽ കൺവീനർമാരെ, ഓരോ നഗരങ്ങളിലെ കൺവീനർമാരെ അവരെ ഏകോപിക്കാൻ പറ്റിയിട്ടുള്ള അത് തന്നെയാണ് ദീപകാരൻജി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത്തരം കുറെ പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് കോർഡിനേറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഈ എല്ലാ പ്രോഗ്രാമുകളുടെയും കുറെ ഇൻപുട്സ് വരിക, അതിൽ ആർക്കൊക്കെയാണ് ആ ലോക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പല സ്ഥലത്തും ചെയ്യുമ്പോൾ അതിന്റെ കോപ്പി ബാക്കി സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചിട്ട് ഒരു കലണ്ടർ തന്നെ ഉണ്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കലണ്ടറുകൾ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ബാക്കിയുള്ളവരൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ അതൊരു വലിയൊരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിട്ട് മാറും. സാമൂഹ്യ മാധ്യമ പ്രചാരണം വളരെ അത്യാവശ്യമാണ്. അതിന് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ടെലിഗ്രാമും ഒക്കെ ഉണ്ടാവണം. ഔദ്യോഗികമായ വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ വേണം. അതിൽ ഈ അവാർഡ് വിവരങ്ങൾ, ബാക്കിയുള്ളവർ നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ, കലണ്ടർ ഇവൻറ്റ്സ്, സ്കൂളുകളും കോളേജുകളും പരിപാടി ബിജോനെയാണ് ഞാൻ നേരെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ കുറേ അത്തരം പ്രോഗ്രാംസുകൾ യുവാക്കളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചെന്നൈയിലൊക്കെ ചെയ്യാൻ പോകുന്ന പരിപാടി ശ്രീനാരായണ ഗുരു ഇപ്പം ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ യൂത്ത് പാർലമെന്റ് ഇപ്പോൾ തൃശ്ശൂരിലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്തരം കുറേ പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്കൊരു സർട്ടിഫിക്കേഷൻ കൊടുത്താലും മിക്കവാറും ജനങ്ങൾ ഇപ്പം യുവാക്കളും കുട്ടികളും കോളേജിലും ഒക്കെ ഏത് പ്രോഗ്രാമിന് കോമ്പറ്റീഷന് വരുമ്പോൾ കാശ് കൊടുക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റും മാത്രം കൊടുത്താൽ മതി. പാർട്ടിസിപ്പേഷനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാം, പിന്നെ കോമ്പറ്റീഷൻ കൊടുക്കാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കലാശാസ്ത്രം, മാനവികത, സാമൂഹികത, സേവനം, ഈ മേഖലകളിലൊക്കെ ആൾക്കാരെ ഉള്ളവരെ എത്തിക്കാനും ഇവരുടെയൊക്കെ ഒരു ഡാറ്റാ ബാങ്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഭാവിയിൽ വരുന്ന പ്രോഗ്രാമുകളിൽ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും. അപ്പം എല്ലാ ആൾക്കാരുടെയും ടെലിഫോൺ നമ്പറും പേരുകളും ഏത് സ്ഥലത്താണെന്നുള്ളതിൻ്റെ വലിയൊരു ഡാറ്റാ ബാങ്ക് സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുട്ടികളിലൂടെ, പാരൻസിലൂടെയൊക്കെ എത്തിപ്പെടലാണ്. സംരംഭകർക്ക് പിന്തുണ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെ വികസിപ്പിക്കാൻ സാധിക്കും, എന്തൊക്കെ സ്റ്റാർട്ടപ്പുകൾ സാധിക്കും, അത്തരം കുറേ അമ്മമാരും ഇപ്പം ഡൽഹിയിൽ ചെയ്യുന്ന അതേ പരിപാടികൾ പല സ്ഥലത്തും നമുക്ക് ലോക്കലായിട്ട് വില്ലേജുകളിൽ അടക്കം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു സംഭവമായിരിക്കും. ആഗോളതലത്തിൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവാസി കൂട്ടായ്മയും അത്തരം സംഭവങ്ങൾ കുറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആഘോഷങ്ങളും നടക്കുന്ന സമയത്ത് അതിലൊരു ഇത്തരം പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ, ഈ സംരംഭകരുടെ പ്രോഡക്റ്റ് ഇവിടെ വിൽക്കാൻ സാധിക്കുന്ന തരത്തിൽ, ആ തരത്തിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടി മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിലൊക്കെ പാഞ്ചജന്യത്തിൻ്റെ റെപ്രസെൻറ്റേഷൻസും വളരെ എളുപ്പം സാധിക്കുന്ന ഒരു പരിപാടിയാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആധ്യാത്മിക സാമൂഹിക നവോത്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള കുറേ പരിപാടികൾ, ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള നിത്യപൂജകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠനങ്ങൾ നടത്താൻ സാധിക്കുന്ന തരത്തിൽ വേദപാരായണം, ഉപനിഷത്തുകൾ, ചർച്ചകൾ, അന്നദാന സേവകൾ, ഇത്തരം എല്ലാ സംഭവങ്ങളിലും പാഞ്ചജന്യത്തിൻ്റെ എവിടെയൊക്കെ നടത്താൻ പറ്റും. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവും, ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. സാമൂഹ്യ പിന്തുണയ്ക്ക് ആധ്യാത്മികമായ ശിബിരങ്ങൾ ഈ പലതരം നടത്തുന്നവരെ ഈ പറഞ്ഞിട്ടുള്ള പോലെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ,
ആ പ്രശസ്തമായിട്ടുള്ള നമ്മൾ കുറേ കാശ് മുടക്കിയിട്ട് കുറേ അധ്വാനിക്കാൻ ചിലപ്പോൾ ഇന്ന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് അനുമോദിക്കാനോ അവർക്കൊരു താമ്രപത്രം നൽകാനോ അല്ലെങ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്യാനോ അവർ ആ വേദിയിലൊന്ന് പോകാനോ ഒക്കെ നമുക്ക് സാധിക്കും വളരെ എളുപ്പം തന്നെ. അതിൽ ആരൊക്കെയാണോ നമുക്ക് സാധിക്കുക അവർക്കൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് അതിനൊരു പ്രപ്പോസൽ കൊടുക്കുക, ഉടനെ തന്നെ അതിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഹിന്ദു ഐക്യത്തിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കിയിട്ട് പ്രധാന ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് അതിന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ കൂടെ അവർ വളരെ നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുക, പൂജകൾ, സദസ്സുകൾ, സാംസ്കാരിക പഠനം, ജനങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിത്യമായിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കാവുന്ന തരത്തിൽ നിത്യശ്ലോക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബുക്ക് തന്നെയുണ്ട്. എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊല്ലാൻ സാധിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഒക്കെ പലരും അത് പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറേ മീറ്റിങ്ങുകളും കമ്മിറ്റികളും ഒക്കെ നടത്താം, അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോരാളും ഏറ്റെടുത്തിട്ട് മുന്നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓരോരാളും നോക്കുമ്പോൾ ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അത് പാഞ്ചജന്യത്തിൻ്റെ ബാനർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം മിഞ്ഞാന്ന് ഞാൻ എക്കോ ടൂറിസത്തെ കുറിച്ചിട്ടൊരു പ്രോഗ്രാം, അത് ഇന്റർനാഷണൽ സെമിനാറാണ് ലയോള കോളേജിൽ. അതിൽ എൻ്റെ അഡ്രസ്സ് കൊടുത്ത തന്നെ പാഞ്ചജന്യം ഭാരതം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിൽ ആഫ്രിക്ക എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇന്തോനേഷ്യ എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കും ഇതെന്താണ് ഓർഗനൈസേഷൻ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സുകളിൽ പറ്റുന്നതും ഈ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് മിനിമം ആയിട്ട് പറയാനുള്ളത്. എക്സ്പാൻഡ് ചെയ്തിട്ട് കുറേ പറയാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വളരെ ഫോർമലായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് പകരം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അയച്ചു തന്നത്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവനവൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് എവിടെയൊക്കെ നമുക്ക് ഏത് കഥകളൊക്കെ മുട്ടാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും മുന്നോട്ട് പോകാൻ. ഈ ഒരു സമ്മറിൽ കുറേ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഞാൻ ഏപ്രിൽ 15 മുതൽ 30 വരെ കേരളത്തിലാണ്. 3-4 സ്കൂൾസിലും ആക്ടിവിറ്റികളിലും പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഠനങ്ങളുമാണ്, ശിബിരങ്ങളുമാണ് ഞാൻ ഈ 15 ദിവസം കേരളത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പം എനിക്കൊരു ആമുഖമായിട്ട് പറയാനുള്ളത്. വളരെ അധ്യക്ഷ ഭാഷണത്തിൽ നമുക്ക് ആനുകാലിക സാഹചര്യങ്ങളിൽ സംഘടന സ്വീകരിക്കേണ്ട നിലപാടുകളും പ്രവർത്തന പദ്ധതികളും എന്നുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് ആണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ പലരും കാണുകയും ചെയ്തു. അത് ഗ്രൂപ്പിൽ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. ഏതായാലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഭാരവാഹികളും പ്രവർത്തന പദ്ധതികൾ ഏറ്റെടുക്കാൻ ഈ ഉത്സാഹനം പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ഉണ്ടാകും. അതിലേക്ക് അതിലേക്ക് കേൾക്കുന്നില്ല. ഓരോരുത്തരെ വിളിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. ആയിക്കോട്ടെ. വിനോജി പറഞ്ഞോ. ഇപ്പോ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ എന്തൊക്കെ പരിപാടി ചെയ്യാം, നമുക്ക് നാഷണൽ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ചർച്ചയാണല്ലോ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ എന്റെ ഇപ്പൊ ദിവാകർജി പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലും ചില പരിപാടികളെല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതുമാതിരി നമ്മൾ ഒരു വർഷത്തില് നാഷണൽ ലെവലില് ഒരു 2-3 പരിപാടികൾ നമ്മളിപ്പോ തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തി അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മുടെ കാര്യകർത്താക്കൾക്ക് വേണ്ടി മാത്രം, ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ 3-4 അങ്ങനെ ചില പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിനായി ഇപ്പൊ വഖഫ് ബോർഡിന് പ്രശ്നമുണ്ട്. വഖഫ് ബോർഡ് പ്രശ്നം ആൾ ഇന്ത്യ ലെവലിലാണ്, ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ എത്രയും സ്റ്റേറ്റിൽ പ്രവർത്തകരുണ്ടോ ഒരു 50 പേരെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ പാഞ്ചജന്യ ഭാഗം നാഷണൽ ലെവലിൽ 1 ഡേ 2 മണിക്കൂർ നേരത്തെ 3 മണിക്കൂർ ഒരു സാമൂഹിക ധർണമാരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അത് പേപ്പറിലൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ പാഞ്ചജന്യത്തിന് പബ്ലിസിറ്റി വരും.
എല്ലാ സ്റ്റേറ്റുകളിലും എവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അല്ലപ്പോ ഒരുപാട് ആൾക്കാർ വേണമെന്നില്ല, ചുരുങ്ങിയ ഒരു 50 പേരോ 100 പേരോ ഉണ്ടെങ്കിലും അങ്ങനെ പരിപാടി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ റെയിൽവേ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ എല്ലാവർക്കും ബാധ്യമായ കാര്യങ്ങള് പാഞ്ചജന്യ ഭാരത്തിന്റെ ബാനറിൽ പല പല സംസ്ഥാനങ്ങളിൽ നമുക്ക് എവിടെ നമുക്ക് ആൾക്കാരുണ്ടോ അവിടെ എല്ലാം നമുക്ക് ചെയ്യുകയാണെങ്കിൽ സംഘത്തിന്, നമ്മുടെ സംഘടനയ്ക്ക് അതൊരു നല്ല കാര്യമാവുന്നത്. ഇവിടെ ആൾക്കാരെ കണ്ടുമുട്ടാനും പുതിയ ആൾക്കാരെ നമുക്ക് സംഘടിപ്പിക്കാനും പറ്റും. അതുമാതിരി സ്റ്റേറ്റ് ലെവലിലും നമുക്ക് പല ഇവിടുത്തെ ലോക്കൽ ലെവലിലെ പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മള് ഇവിടെ പലതരങ്ങളിലെ ഇവിടെ മന്ത്രിമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഡൽഹിയിലോ മന്ത്രിമാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ പാഞ്ചജന്യ ഭാരത്തിന്റെ പേരിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പക്ഷെ അതിന്റെ രജിസ്ട്രേഷന്റെ പ്രശ്നം വരുന്നുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. നമസ്കാരം, നന്ദി. തുടർന്ന് സംസാരിക്കാം. ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടുത്തെ ലഹരി വ്യാപനമാണ്. ലഹരി എന്ന് പറയുമ്പോൾ മയക്കുമരുന്നിന്റെ എല്ലാ മേഖലകളിലും ഉള്ള രാസ ലഹരികളാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അതിനെതിരായുള്ള ഒരു സീരീസ് ഓഫ് ബോധവൽക്കരണ സെമിനാർ നമ്മൾ നടത്താൻ കേരളം ഒട്ടാകെ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ യൂണിറ്റുകളും വഴി സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ വ്യാപകമായ ഒരു ബോധവൽക്കരണ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ഇപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ അവധിയായിരിക്കും എന്നുള്ളത് കൊണ്ട് ജൂൺ മുതലാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ സ്കൂളുകളിലെ ക്ഷേത്രങ്ങളിലെ ആത്മീയ സെമിനാറുകൾ, ആത്മീയ കൺവെൻഷനുകൾ നടത്താനുള്ള ആലോചനകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ പാരിപ്പള്ളിയിൽ ഒരു ക്ഷേത്രത്തില് അങ്ങനെ ഒരു ആത്മീയ പ്രഭാഷണം ഞങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ അതോടൊപ്പം നമ്മുടെ പുരാണങ്ങളിലെ ഏടുകളൊക്കെ എടുത്തുകൊണ്ട് അതിലെ കഥാസന്ദർഭങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൈകൊട്ടിക്കളി, അതിന്റെ പാട്ടുകൾ രചിച്ച് കൈകൊട്ടിക്കളി, അതിപ്പോ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് കൈകൊട്ടിക്കളിക്ക് പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ക്ഷേത്രങ്ങളിലെ 2, 3, 4 കൈകൊട്ടിക്കളി ഇല്ലാത്ത നടത്താത്ത ഒരു ഉത്സവ പരിപാടികൾ ഇപ്പോഴില്ല. അപ്പൊ അത് നമുക്ക് നമ്മുടെ കൂടുതൽ വനിതകളെ പങ്കെടുപ്പിച്ച് നമുക്കത് ചെയ്യാൻ കഴിയും. ഇതിനകത്ത് നമ്മുടെ പ്രവർത്തക തന്നെ എന്റെ പലയിടത്തും പല ഗ്രൂപ്പുകളും നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ വിളംബത്തിനെതിരെയും അതുപോലെയുള്ള പബ്ലിക് വിഷയം, ആചാര പ്രശ്നങ്ങള്, അതുപോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ഡൽഹിയിലാണെങ്കിൽ കേരള ഹൗസിന്റെ മുമ്പിലോ അതുപോലെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും 10 പേരെ ഉള്ളെങ്കിൽ 10 പേര്, പക്ഷെ അതൊരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, അതിന് വാർത്താമൂല്യമുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ബഹുജന പ്രക്ഷോഭങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടണം. നമ്മുടെ അഭിപ്രായം എപ്പോഴും പത്രക്കാരെ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. ആ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കലാഭാരതിയുടെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ സ്നേഹ മുഖർജി ടീച്ചറെ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കണോ? എനിക്ക് തോന്നുന്നു ആർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്ത് വളരെ ഫോർമൽ ആക്കാണ്ട് പീപ്പിൾ ഷുഡ് അവർ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമുകൾ വളരെ ജനറിക് ആയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ ജനറിക് ആവുന്നതിന് പകരം സ്പെസിഫിക് ആവുകയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ യു കുഡ് ലിസ്റ്റ് ഔട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം.
അല്ലെങ്കിൽ ഏതെങ്കിലും നടത്തുന്ന പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ ഇൻവോൾവഡ് ആവാൻ പറ്റും, വാട്ട് ഈസ് ദ ഇനീഷ്യേറ്റീവ്. ഇന്നൊരു പ്രോഗ്രാം ഇന്നടത്ത് നടക്കുന്നുണ്ട്, വി ആർ ഗോയിങ് ടു ടേക്ക് ദറ്റ്. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾ ഇന്നത് ചെയ്യുകയാണെങ്കിൽ മേ ബി ഐ ക്യാൻ സപ്പോർട്ട്. അങ്ങനെ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ നീലേറ്റുപുറത്ത് നടന്ന വള്ളംകളി, അത് പാഞ്ചേരിയും ഭാരതത്തിന് വലിയൊരു മൈലേജ് കിട്ടിയ ഒരു പരിപാടിയാണ്. ഇവിടെ RR സാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തന്നെ. അപ്പൊ അത്രയും ജനങ്ങളെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നമുക്ക് നല്ലൊരു പ്രാമുഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതുപോലുള്ള പരിപാടികൾ നമ്മൾ നേരിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കണം. ഈ വർഷവും ആ പരിപാടി നമ്മളുടെ നേതൃത്വത്തിൽ നടക്കണം എന്നുള്ള താല്പര്യമാണുള്ളത്. TPS ഉൾപ്പെടെ എല്ലാവരും ഇത്തവണത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കണം. വിക്ടർ തോമസ് ആണ് അതിന്റെ സംഘാടകൻ. ആ സംഘാടകനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ നീക്കുവാൻ കഴിയും. ഇവിടെ TP സാറും അതുപോലെ തന്നെ കേണൽ ദിവാകരൻ സാറും പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വളരെ വിശാല സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ TP സാറിന്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇവൻ വിദേശീയരിൽ പോലും എത്തിച്ചേരുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ആ സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞ മറ്റൊരു സബ്ജക്റ്റ് എല്ലാ പ്രാദേശികമായിട്ട് കൺവീനേഷനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണത്. ഒരു കൺവീനേഷന്റെ കമ്മിറ്റി തന്നെ നമുക്കുണ്ടായിരിക്കണം. അതാത് സ്റ്റേറ്റുകളിൽ നിന്നോ രണ്ടോ പേരോ സ്ഥാനീയമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊരു കൺവീനിയർ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഓരോ സ്ഥലത്തും എങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കാം എന്നുള്ളത് അവരുടെ ആശയങ്ങളും കൂടി നമുക്ക് കിട്ടും. പക്ഷെ ഇതിനെയൊക്കെ ബന്ധപ്പെടാനായിട്ട് ഒരു വെബ്സൈറ്റ് നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഉടനെ തന്നെ. ആ വെബ്സൈറ്റിലേക്ക് വലിയ പ്രയത്നങ്ങൾ വരുന്നില്ല. എന്തെങ്കിലും അല്പം ഒരു കോൺട്രിബ്യൂഷൻ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് പാഞ്ചേരിയും ഭാരതത്തിന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകും. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരവസ്ഥ വരും. പിന്നെ ഇവിടെ പറഞ്ഞ നമ്മളിപ്പം സർക്കാർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ, അതിപ്പം ബക്കറ്റ് ബോട്ടിന്റെ ആയാലും ശരി, അതുപോലെ തന്നെ ഡ്രഗിന്റെ കാര്യമായാലും ശരി, ലഹരിയുടെ കാര്യമായാലും ശരി, അതിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ചാടി വീഴണമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് തന്നെ വേണം. അതിനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ശരിക്കുണ്ടാകാണ്ട്, അതിനുള്ള ഗാദറിങ് ഉണ്ടാകാണ്ട്, അതിനുള്ള സപ്പോർട്ട് ഉണ്ടാകാണ്ട് നമ്മളെ അതിനകത്തേക്ക് എടുത്ത് ചാടേണ്ട സമയമായിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ സംബന്ധിച്ച് ഇപ്പം തന്നെ 28-ാം തീയതി TP സാർ പറഞ്ഞ പോലെ തൃശ്ശൂർ നടക്കുന്ന പ്രോഗ്രാം അതിഗംഭീരമായിട്ട് പാഞ്ചന്യം ഭാരതത്തിനെ എടുത്ത് മോളിൽ കൊണ്ടുവരുന്നൊരു പ്രോഗ്രാമാണ് നടേശ സാറ് മാത്രം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. TP സാറും എത്തുന്നുണ്ട്, ഞാനും എത്തുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, സ്ഥാനീയമായ പ്രോഗ്രാമുകൾ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് അതിനോടനുബന്ധമായിട്ടുള്ളൊരു പ്രോഗ്രാം ചെയ്യുമ്പം അതിന് വൈഡ് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത്. തന്നെയല്ല പാഞ്ചന്യം ഭാരതത്തിന്റെ ഇൻവോൾവ്മെന്റ് തൃശ്ശൂർ കുറച്ചധികം കാലമായിട്ട് നടേശ സാർ മുഖാന്തരവും അവിടെ ശ്രീരാമേന്ദ്രന്റെ കെയർ ഓഫിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ ആ പാഞ്ചന്യം ഭാരതത്തിന്റെ നടക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് പിന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് എങ്ങനെയെല്ലാം നമുക്ക് ഒരു സൈഡിൽ കൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ കഴിയും. അതുപോലെ തന്നെ കലാരൂപത്തിലോ ഏതു വിധത്തിലായാലും ഇപ്പം പ്രശ്നമായിട്ട് പറഞ്ഞ പോലെ കലാരൂപത്തിലായാലും എങ്ങനെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതിനെല്ലാമായിട്ട് ആദ്യം നമുക്ക് ആൾറെഡി ഇപ്പൊ ഒരു നമുക്കൊരു കൾച്ചർ സെന്റർ ഉണ്ട്. അവിടെ നമുക്കൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അറേഞ്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേൾഡിലുള്ള ആരുമായിട്ടും ബന്ധപ്പെടാനും കഴിയും. എല്ലാവർക്കും ഇങ്ങോട്ട് നമ്മളെയും ബന്ധപ്പെടാൻ കഴിയും. അതിൻ്റെ ഉള്ള ഒരു പ്രവർത്തനം വളരെ പെട്ടെന്ന് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ആവശ്യം. എന്നുള്ള ഇനിഷ്യേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കാം. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. കൂടുതലായിട്ട് എനിക്കിപ്പോൾ ഈ സമയത്ത് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അപ്പൊ അഭിപ്രായങ്ങളെല്ലാം നമുക്കിപ്പോൾ ആവശ്യം സജഷൻസ് ആണ്, അതിൻ്റെ പ്രാക്ടിക്കൽ വഴികളുമാണ്. എങ്ങനെ അതിനെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത നമ്മളെല്ലാവരും കൂടി ചെയ്യേണ്ടതായിട്ടുമുണ്ട്. വെറുതെ മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ ഓരോ സമയം ഒത്തിരിയധികം മീറ്റിങ്ങുകൾ നമ്മൾ കൂടി ഏതായാലും ഇതിനെ ഒരു ദേശീയ പ്രവർത്തക സമ്മേളനം എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്കൊരു ദേശീയ കമ്മിറ്റി, അതുപോലെ തന്നെ
പിന്നെ റീജിയണൽ കമ്മിറ്റികളും ഒക്കെ ഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു വിജയമാണ്. ഇത് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കൺവീനർ കമ്മിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണേലും പ്രോഗ്രാം കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളായി. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമം എല്ലാവരും നടത്തണം എന്നുള്ളത് ആണ് ഞാൻ ഇപ്പോൾ മുന്നിൽ പറയുന്നത്. ബാക്കി എല്ലാവർക്കും നമസ്കാരം, നന്ദി. നമസ്കാരം. ഞാനും ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നേരത്തെ TP സാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ആക്ടിവിറ്റി കലണ്ടർ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. നമുക്ക് മിനിമം ഇത്ര പ്രോഗ്രാം ചെയ്യാൻ ഐഡിയയോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ, അത്യാവശ്യമുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു നല്ല പരിപാടിയായിരിക്കും. എൻവയോൺമെന്റ് ഡേ, ഇപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ക്ഷേത്ര പരിസരമൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയിട്ട് പാടി പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പൂക്കൃഷിയോ അങ്ങനെയൊക്കെയുള്ള ഒരു ജസ്റ്റ്, ഇപ്പം ജൂണൊക്കെ ആകുമ്പോൾ നല്ല മഴ വരും. ഇപ്പൊ പറ്റൂല, ജൂണിലൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ഉള്ളപ്പം അതിന് വലിയൊരു ഇതില്ല. അന്നേരം ആ പൂക്കൾ ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്കൊരു നിയോഗം കിട്ടിയത്, ഞങ്ങളുടെ കൊല്ലത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, രാമസ്വാമി മഠം. ഗുരുദേവൻ അവിടെ വന്നിട്ടുള്ള മഠമാണ്. പക്ഷെ അവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ ഞാനിത് കണ്ടിട്ട് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ടുപോയി ഞങ്ങൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത്, കാട് പിടിച്ചെല്ലാം ക്ലീൻ ചെയ്ത് വളരെ മനോഹരമായി ഞങ്ങൾ ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഗാർഡൻ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അത് വലിയൊരു നിയോഗമായിട്ട് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി യോഗ ഡേ, അതുപോലെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ 21. അത് നമ്മൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ നമുക്കത് ഒബ്സർവ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ഡേയ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ സംരംഭകരെ നമുക്ക് തന്നെ എന്തെങ്കിലും, ഇപ്പൊ ഡൽഹിയിൽ അതൊരു മാതൃകയാണ് കാണിച്ചത്. എന്തെങ്കിലും നമുക്ക് കുറച്ചൊരു കൂട്ടായ്മ, ഒത്തിരി വലിയ ആളുകളെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞു, ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുടങ്ങാൻ സാധിച്ചാൽ നല്ലതായിരുന്നു. അതിന് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ RR സാർ സൂചിപ്പിച്ച പോലെ വെബ്സൈറ്റ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കണം. വെബ്സൈറ്റ് അവിടെ വിനോദ്ജിയുടെ ചിലപ്പോൾ വലിയ എക്സ്പേർട്സ് ഒക്കെ കാണുമായിരിക്കും. ആരും ഇല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ കോളേജിലെ അധ്യാപകരെ കൊണ്ട് ചെയ്യിച്ചു തരാൻ തയ്യാറാണ്. അത് ഡൈനാമിക് ആയിട്ട് കൈത്തരാം. പിന്നെ ബാക്കി കൊണ്ടു നടക്കുന്നതൊക്കെ അത് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്യണം. പക്ഷെ അതൊന്ന് തുടങ്ങി തരാൻ എനിക്കത് പറ്റും. അത് ഞങ്ങളുടെ കോളേജിൽ MCAക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കൊണ്ട് ഞങ്ങൾ ചെയ്തു തരാം. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാൽ തീർച്ചയായും. പിന്നെ നേരത്തെ പറഞ്ഞാൽ ആദരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരെ ആദരിക്കാനും അംഗീകരിക്കാനും മടി കാണിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം തന്നെ നമുക്കൊരു ആദരവ്, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ ഒന്ന് ആദരിക്കുക. അതൊക്കെ വലിയ കാര്യമായിരിക്കും. അതൊക്കെ നമ്മളുടെ ആ മെസ്സേജ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ നന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരസു ആണ്. ചില കാര്യങ്ങൾ ഇവിടെ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. അല്ല, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് വേണ്ടത് ഈ പാഞ്ചജന്യം ഭാരതം എന്ന് പറയുന്നത് നമ്മള് കുറച്ചും കൂടെ വളരെ വലുതായിട്ട് അറിയപ്പെടുന്ന ഒരു സംഘടനയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട്, ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് അല്ലെങ്കിൽ ചില പബ്ലിക് മീറ്റിങ്ങുകൾ നടത്തുക, ചില അവയർനെസ് ആയിട്ടുള്ള, ഇപ്പൊ മതപരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മുടെ മതത്തിന് ഇന്നിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് വരുന്ന കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് അങ്ങനെയുള്ള പബ്ലിക് മീറ്റിങ്ങുകൾ നമ്മൾ നടത്തണം. അങ്ങനെ പബ്ലിക് മീറ്റിംഗ് നടത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും ഈ സംഘടന ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതും എല്ലാവരും അറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ സംഘടന അറിയപ്പെടുന്ന ഒരു സംഘടനയായി തീരുക. ഈ സംഘടന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഘടനയായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ ഇന്നലെയും പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടണം. അത് ചില അവയർനെസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ വെക്കണം. അത് പബ്ലിക് മീറ്റിങ്ങുകളായിട്ട് തന്നെ വെക്കണം. നമ്മുടെ ഒരുപാട്
ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിലൊക്കെ നമ്മൾക്ക് ഇടപെടാൻ പറ്റുകയാണെങ്കിൽ, അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നടത്തണം. പിന്നെ ഈ മുസ്ലിങ്ങളൊക്കെ നടത്തുന്ന പോലെ ഈ ചെറിയ കുട്ടികൾക്ക് മുതലേ മതപരമായിട്ടുള്ള ക്ലാസ്സുകളും അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. പിന്നെ ഇതിന് ഒരു ജാതി എന്ന് പറയുന്ന ഒന്നും ഇതിന് ഈ പാഞ്ചജന്യത്തിന് ഇല്ലെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാതിപരമായിട്ട് ആൾക്കാരെ കാണാതിരിക്കുന്ന ഒരു രീതിയാണ് ഇതിനുള്ളതെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്ന് പറയണം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിലൊക്കെ നമ്മൾ ഇടപെടുക, നമ്മൾ പബ്ലിക് മീറ്റിങ്ങുകൾ നമുക്ക് നടത്തുക. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിനെപ്പറ്റി ഒന്നും ഹിന്ദുക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവർക്കൊരു ഹിന്ദുക്കൾ എന്താ പറയാ ഒരു ഒരുമയില്ലാത്ത ഒരു മതക്കാരാണ്. അതേസമയം ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മുസ്ലിങ്ങൾക്കാണെങ്കിലും ആദ്യമുള്ളവർക്ക് ഒരുമയാണ്. അവരുടെ കാര്യങ്ങൾ വരുമ്പോ എല്ലാവരും ഒന്നായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പല ജാതിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ ജാതിയിലുള്ളവർക്ക് പോലും ഒരു ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അവനവന്റെ സ്വന്തം കാര്യം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് ആണ് എന്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും അതിന്റെ എതിരെ അഭിപ്രായം ഉണ്ടാവാം, അത് വേറെ വിഷയം. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം നമ്മളെ പറ്റി നാട്ടുകാർക്ക് അറിയാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ നടത്തുക. ആ നടത്തി നമുക്കൊരു പേരുണ്ടാക്കുക. നമ്മളിപ്പോ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും പരിപാടി നടത്തുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുന്നു, അതുകൊണ്ട് മാത്രം നമ്മളെ പറ്റി നമ്മൾ മാത്രം അറിയുള്ളൂ, വേറെ ആരും അറിയില്ല. നമ്മൾ സഹായിക്കാനും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങാനും നമ്മുടെ ഇപ്പൊ സാംസ്കാരികമായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇറങ്ങി അത് പൊതു പരിപാടിയാക്കി നടത്തുകയാണെങ്കിൽ അതിന് വലിയൊരു എന്താ പറയാ സമ്മതം കിട്ടും. ആൾക്കാർ നമ്മളിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വലുതാവാനായിട്ട് സാധിക്കും എന്നുള്ള ഒന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അഭിപ്രായം പറയാനായിട്ട് ഉള്ള സമയങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇതുപോലെ സന്ദർഭം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾ അനുവാദം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെ ഇപ്പൊ മുരളിച്ചേട്ടൻ ഇപ്പൊ സൂചിപ്പിച്ചു, മദ്യം മയക്കുമരുന്ന് യുവാക്കളില് നമുക്കെല്ലാം അറിയാം. നല്ല രാജ്യം കെട്ടിപ്പടക്കാൻ യുവാക്കള് അത്യാവശ്യമായിട്ട് ഒരു കാര്യങ്ങളാണ്. സമൂഹത്തെ മാതൃകയാകേണ്ടവരാണ് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളാകുന്നു, അക്രമ സ്വഭാവമുള്ളവരാകുന്നു. ഇതിനെ നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ല, ഇതിനൊക്കെ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാമെന്ന് ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കാപ്പ എന്ന് മീൻസ് CAPA, കറക്റ്റീവ് ആക്ഷൻ ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. എങ്ങനെ കറക്റ്റ് ചെയ്യാം അവരെ, മദ്യത്തിന് മയക്കുമരുന്ന് അടിമയാൽ അവരവിടെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് RC ചെയ്യുന്നില്ല. RC മീൻസ് റൂട്ട് കോസ് അനാലിസിസ്. എന്തുകൊണ്ട് അവര് ഇതിന് അടിമകളാവുന്നു, അവർ ഏർലി ഡിറ്റക്ഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ മദ്യത്തിന് മയക്കുമരുന്നും അക്രമസമുള്ള യുവാക്കള് അവർ മദ്യത്തിന് മയക്കുമരുന്നും അടിമകളായെന്ന സമൂഹം മുഴുവൻ കണ്ടെത്തിയ ശേഷമാണ് ആ വീട്ടിലുള്ള മാതാപിതാക്കൾ കണ്ടെത്തുന്നത്. അവരുടെ മാതാപിതാക്കൾക്ക് ഏർലി ഡിറ്റക്ഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. അതിനെപ്പറ്റി ഒരു ക്യാമ്പയിൻ യുവഭാരതി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ പ്രവർത്തന പദ്ധതികളെ പറ്റി പറഞ്ഞു. അങ്ങനെ ഈ മദ്യത്തിന് മയക്കുമരുന്ന് ആകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? യോഗ, സ്പിരിച്വാലിറ്റി, ഇതിന് വലിയ സ്വാധീനമുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ നമ്മുടെ BJP പ്രസിഡന്റ് ചന്ദ്രശേഖർജിയോടൊപ്പം ഞാന്, വിനോദ്ജിയെ, അങ്ങനെ 2-3 പേര് ഞങ്ങൾ പങ്കെടുത്തു മൻ കി ബാത്തിൽ. ഇന്ന് പ്രധാനമന്ത്രി പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങൾ യോഗയെ പറ്റി. യോഗ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു യോഗയെ പറ്റി. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ TP ശശിധർ സാർ പറഞ്ഞ പോലെ തന്നെ അപ്രീസിയേഷനെ പറ്റി പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി പറഞ്ഞത് ഹൈലൈറ്റ് ഫേസ്ലെസ് ആൻഡ് നെയിംലെസ് ഹീറോസ്. നമുക്കറിയാൻ പറ്റാത്ത ഹീറോസ് ഉണ്ട് സമൂഹത്തിന് മുമ്പിൽ വരാത്തവർ, അവരെ കണ്ടെത്തുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയും യുവഭാരതിക്ക് ചില കാഴ്ചപ്പാടുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായം അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞവരെ, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു, ഒരു 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ സ്കൂളിൽ പഠിക്കുന്നു. ഈ 10-13 വർഷം സ്കൂളിൽ പഠിച്ചതിന് ശേഷം അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത
രീതിയിൽ നമ്മൾ പറയുന്നു. ഇത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഒരു വണ്ടി ഓടിക്കാൻ ജീവൻ റോഡിൽ കളയാതെ ഒരു ട്രാഫിക്കിൽ നിന്ന് മറ്റേ ട്രാഫിക് വരെ എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നു. നമ്മുടെ പഠന വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇതൊന്നും എങ്ങനെ ശരിയായ രീതിയിൽ ജീവിക്കാൻ അറിയാത്ത ഒരു സമൂഹമാണ്, യുവാക്കളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വിദ്യാഭ്യാസത്തിന്റെ അപ്ഡേഷൻ വേണം. സോഷ്യൽ മീഡിയന്റെ ഒരു ഉദാഹരണം, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ഭാഗമല്ലേ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോം തന്നെ സോഷ്യൽ മീഡിയ ആണ്. ഇതിന് ദുരുപയോഗമുണ്ട്. ഇതൊന്നും ഒരു വിദ്യാഭ്യാസം നിങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, എങ്ങനെയാണ് സേഫായിട്ട് ഉപയോഗിക്കുന്ന രീതി, ഇതിനെപ്പറ്റി ഒന്നും വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം ഒരു അപ്ഡേഷൻ വരേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹിന്ദുത്വത്തെയും ദൈവങ്ങളെയും ആരാധനകളെയും നമ്മുടെ ദേശീയതയെയും വൈകൃതമായി ചിത്രീകരിക്കുന്ന ഒരു നമുക്ക് കാഴ്ചപ്പാട് കണ്ടുവരുന്നുണ്ട്. അതിന് സിനിമയെ ഉപയോഗപ്പെടുത്തുന്നു. സിനിമ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു? സിനിമ ഒരു മാധ്യമം സിമ്പിളായിട്ട് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഹിന്ദുത്വത്തെയും ദൈവങ്ങളെയും എല്ലാം ഭയങ്കരമായി ചിത്രീകരിക്കുന്നു. നമ്മൾ അങ്ങനെ ചോദ്യം കൊണ്ട് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇരകളാണ് നമ്മൾ ഹിന്ദുക്കൾ മാത്രമാണ്. ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്ത്യാനികളെ പറ്റി ഇങ്ങനെ ഭയങ്കരമായി ചിത്രീകരിക്കാറുണ്ടോ? മുസ്ലിങ്ങളെ പറ്റി, മുസ്ലിമിന്റെ അവരുടെ ഒരു പുരോഗതിനെ പറ്റി അവരുടെ ചിത്രം വരച്ചതിന് തന്നെ ആഗോളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദുക്കളുടെ മുകളിൽ കുതിര കയറാനുള്ള ഒരു നടപടിക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. ഒരു പ്രസ്താവന ഇറക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പാഞ്ചജന്യ ഭാരതം ഇതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കണം. നമ്മുടെ ചെയർമാൻ തന്നെ ഒരു പ്രസ്താവന ഇറക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വിജോയുടെ ഫോട്ടോ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നന്നായിരിക്കും. ഫോട്ടോ വീഡിയോ ഓൺ ചെയ്താ സംസാരിച്ചത്? ഇല്ലല്ലോ, ഓൺ ചെയ്തിട്ടില്ല, കാണുന്നില്ലല്ലോ. ഉണ്ടുണ്ട്, നമുക്കെല്ലാം കണ്ടില്ലേ? സാറ് കണ്ടില്ലേ? അവിടെ വീഡിയോയിലാ സംസാരിച്ചത്. സംസാരിച്ച പക്ഷെ ഇവിടെ ബി എന്ന് എഴുതി കാണുന്നുണ്ട്. ഫോണല്ല ക്യാമറ. അത് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ. വിനോദ്ജി രണ്ടു വാക്ക് സംസാരിക്കാവോ? ഞാൻ ഒരു മിനിറ്റ്. മുരളിച്ചേട്ടനെ എല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ്. മുരളിച്ചേട്ടന് വിദ്യാർത്ഥികളുടെ വളരെ സാഹസ്യമായി നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു നീന്തൽതാരമാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വൈസ് ചെയർമാൻ ഒരാളാണ്. അത് മുരളിച്ചേട്ടൻ സംസാരിച്ചു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അപ്പൊ ഞാന് പാഞ്ചജന്യ ഭാരതം ഡൽഹി ഘടകമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം 1.5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഞാന് നിങ്ങള് ചിലരെന്നെ അറിയുമായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് നീന്തിക്കടന്ന ആദ്യത്തെ മലയാളിയാണ്. അതോടൊപ്പം സ്വാമി വിവേകാനന്ദന്റെ വീക്ഷണങ്ങളും ചിന്തകളും ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത സാഹസിക ദൗത്യം, അതുപോലെ അതിനേക്കാളും വലിയ ദൗത്യമായി വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും നീന്തി ലോകത്തിൽ ആദ്യത്തെ വ്യക്തിയാകുകയും അദ്ദേഹത്തെ സ്മരിക്കുകയും ചെയ്തു. അങ്ങനെ കുറെ സാഹസിക നേട്ടങ്ങളുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഇഷ്യൂസ് ഒക്കെ പ്രത്യേകിച്ച് പുതുതലമുറയുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ഒരു കായിക താരം എന്ന നിലയിലും നിരന്തരം വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് ഞാൻ. ഞാനിപ്പോ ഡൽഹിയിലാണ് ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നെങ്കിലും കേരളത്തിലാണ് എന്റെ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഈ മുങ്ങിയ മരണങ്ങൾക്കെതിരെ കുട്ടികളെ നീന്തൽ അഭ്യസിപ്പിച്ച് അവർക്ക് ജലസംബന്ധമായ അപകടങ്ങളിൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരുടെ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിം കേരള പദ്ധതി ആവിഷ്കരിച്ചിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലും വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലുമായി ഏകദേശം 6000-ലധികം വിദ്യാർത്ഥികളെ, കുട്ടികളെയും യുവാക്കളെയും ഞാൻ നീന്തൽ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകുന്ന ഒരു ആണെന്ന നിലയിൽ ഈ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ മദ്യം, മയക്കുമരുന്ന്, മറ്റ് അസന്മാർഗിക പ്രവർത്തനങ്ങളിലോട്ടൊക്കെ തിരിയുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 6 വയസ്സ് 7 വയസ്സായ തിരിച്ചറിവാകുന്ന കുട്ടികള് അവർക്ക് അതുപോലെ തന്നെ ഒരു 25-30 വയസ്സിനൊക്കെ താഴെയുള്ള ആ യുവാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രായമാണ്. അപ്പൊ ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അതായത് എന്താണ് അവരുടെ അഭിരുചി കണ്ടറിഞ്ഞ് അവരുടെ എല്ലാവരിലും ഒരു ലഹരിയുണ്ട്. ആ ലഹരി എന്ന് പറഞ്ഞാല് ചിലർക്ക് പാട്ട് പാടാനുള്ള ലഹരിയാവാം, ചിലർക്ക് നീന്തുവാനുള്ള ലഹരിയാവും, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ലഹരിയാവാം, ചിലർക്ക് ചിത്രം വര. അപ്പൊ ഇതെല്ലാം അവരുടെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ ആ ശേഷി ആ ലെവലിലോട്ട് തിരിച്ചുവിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവരെ
ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റാൻ കഴിയും. അപ്പൊ ഞാനിപ്പോ ഈ നീന്തൽ ഇപ്പൊ 2 ഘട്ടം ഇപ്പൊ ഒരു വർഷത്തിനടക്ക് ഏകദേശം 275 കുട്ടികളെ ശാസ്ത്രീയമായ നീന്തൽ പഠിപ്പിക്കുകയും അവരുടെ വളരെ അടുത്ത് ഇടപഴകുകയും അവരുടെ മാനസികവും മറ്റുമായിട്ടുള്ള പല ചിന്താധാരകളൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പല ക്ലാസ്സുകൾ പലരെയും കൊണ്ട് പങ്കെടുപ്പിക്കും. ഞാനും അതിനൊക്കെ ആക്റ്റീവ് ഇൻവോൾവ് ആയി ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാല് അവരെ ഏത് രീതിയിലാണോ നമ്മൾ സ്വാധീനിക്കാൻ കഴിയുന്നത് ആ രീതിയിലോട്ട് തന്നെ അവർ പോകുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ജീവിത പരിചയത്തിൽ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എന്റെ ക്യാമ്പിൽ വരുന്ന കുട്ടികൾ 6 മണിക്കാണ് ക്യാമ്പ് തുടങ്ങണമെങ്കിൽ ഞാനാണ് ആദ്യം അവിടെ ക്യാമ്പിൽ എത്തുന്നത്. ഓരോ ക്യാമ്പിലും ആദ്യം വരുന്ന കുട്ടികൾ ഞങ്ങളുടെ ആ ചിട്ടവട്ടങ്ങൾ, ഞങ്ങളുടെ അവരോടുള്ള സമീപനങ്ങൾ, ഞങ്ങളുടെ ക്ലാസിന്റെ ക്വാളിറ്റി അനുസരിച്ച് പിന്നെ കുട്ടികൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ മാറി വരുന്ന രീതിയാണ്. ഉദാഹരണത്തിന് 6 മണിക്ക് അവിടെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ അടുത്ത അധ്യാപകർ, നീന്തൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്തിക്കഴിഞ്ഞാല് എല്ലാ കുട്ടികളും അവരെ ഗ്രീറ്റ് ചെയ്യുന്ന, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾ തുടങ്ങും. അത് എല്ലാ കുട്ടികളും അതുപോലെ അനുവർത്തിച്ചു പോകും. രണ്ടാമത് ഇങ്ങനെ ഇവര് ഞങ്ങളോട് കൂടുതൽ അടുത്ത് ഞങ്ങൾ ഈ പദ്ധതികൾ മുന്നോട്ട് പോകുന്ന ഒരു അനുസരണാശീലമുള്ളവരും ചിട്ടവട്ടമുള്ളവരും ഒക്കെ മാറാണ്. ഉദാഹരണത്തിന് നീന്തൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങള് ആദ്യത്തെ 1-2 ദിവസം ഞങ്ങൾ അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയാണ്. അവരെ എടുപ്പിക്കുകയും അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ 4-ാം ദിവസം അവർ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ പിന്നെ തമ്മിലടിയാണ്. ആ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി വരുവാനും തിരിച്ചു കൊണ്ട് വിൽക്കുവാനും ഒക്കെ അവർ തമ്മിൽ പോലും മത്സരമാണ്. ഈ വെച്ചിരിക്കുന്നതിന്റെ പൂട്ട് തുറക്കും. 6 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പൂട്ട് തുറപ്പിക്കും. അപ്പൊ അവർക്ക് അത് ഭയങ്കര ഇതാണ്, ഒരു എൻതൂസിയാസ്റ്റിക് ആണ് അവർക്ക് ചെയ്യാനും കാര്യങ്ങള്. ഞങ്ങൾ അതുപോലെ തന്നെ നീന്തൽ കുളത്തിന് ആവശ്യമായിട്ടുള്ള ബാരിക്കേഡുകളൊക്കെ ഈ 18ഉം 20ഉം വയസ്സുള്ള കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങള് അപ്പൊ 6 മണിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞങ്ങൾ കയറിപ്പോരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കൊച്ചുകുട്ടി, ഈ യുവാക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർ എന്തുമാത്രം സ്വാധീനം ഞങ്ങൾക്ക് അവരിൽ ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു ബന്ധം ഇന്ന് സ്കൂളുകൾക്കോ രക്ഷകർത്താക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കോ ഇല്ല. ഇങ്ങനെ ഓരോ സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടെന്നും അവയർനെസ് സംഘടിപ്പിച്ചുകൊണ്ടും മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ പോരാടിയത് കൊണ്ടും അത് ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ്. ഇപ്പൊ അത് നമ്മൾ എത്ര ഐഡിയ ചെയ്യുന്നു അതിന്റെ ക്യൂരിയോസിറ്റി അവർക്ക് അത് അറിയാനുള്ളത് കൂടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ ഒരു കായിക താരം വന്നതിന് നിരവധി ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ളു. അപ്പൊ ഈ കുട്ടികളുടെ ചെറുപ്പത്തിൽ കണ്ടെത്തി നമ്മുടെ പാഞ്ചേരിയിൽ നിന്ന് സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾ അല്ലെങ്കിൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ, നമ്മുടെ നാടിന്റെ സംസ്കാരങ്ങള്, രാജ്യത്തിന്റെ സംസ്കാരങ്ങളൊക്കെ പോലെ തന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടി അവരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ചിട്ടവട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ. കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിയമങ്ങളും കാര്യങ്ങളും വശങ്ങളും ഒക്കെ ഉണ്ട്. അതിന് കളിക്കുന്നതിനൊരു എന്താ പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ജയിക്കുന്നവർ തോക്കുന്നവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആതിഥ്യ മര്യാദയോടുകൂടി പിരിഞ്ഞു പോകുന്നതാണ്. ഒരു ഫുട്ബോൾ കളി ആയാലും ക്രിക്കറ്റ് കളി ആയാലും അതിനൊക്കെ ഇത്ര പേര് കളിക്കാവുന്നുണ്ട്, ഇന്ന പോലെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ജീവിതത്തിൽ ചിട്ടവട്ടങ്ങളോടൊപ്പം തന്നെ പോയാൽ അവർക്കത് ജീവിതത്തിൽ പകർത്താൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. താങ്ക് യു. നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ശ്രദ്ധേയമായ അഭിപ്രായങ്ങളുടെ എന്തെങ്കിലും പറയാം, വളരെ ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായങ്ങൾ. അത് കഴിഞ്ഞാൽ ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ സംസാരിക്കും. എന്തെങ്കിലും വേറെ സൂചിപ്പിക്കാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും? വന്ന അഭിപ്രായങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഓക്കെ, നമസ്കാരം ശ്രീമാർജി. ഇവിടെ വലിയ മഴയാണ് ഓസ്ട്രേലിയയില്, അതുകൊണ്ടാണ് ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതോടെ പറയാം. അപ്പം നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്ത് എല്ലാവരും അറിയിക്കും. തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം. സംസാരിക്കാമോ? പറഞ്ഞോളൂ. ഡോക്ടർ TPSD അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രവർത്തന രൂപരേഖ വളരെ സംസാരിച്ചോളൂ. തൃശ്ശൂർ സമ്മേളനത്തോടനുബന്ധിച്ചേ, തൃശ്ശൂർ സമ്മേളനല്ലേ? പറഞ്ഞോളൂ.
അപ്പോ ശശികുമാർ സാറ് പോയോ? ഞാനിവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. നമ്മളെ വൈദ്യലിംഗ ശർമ്മ സാറ് മരിച്ചല്ലോ, വൈദ്യലിംഗ ശർമ്മ. ആ ആ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം അതായത് ഈ തൃശ്ശൂർ സമ്മേളനത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള KPC അണിച്ചമ്പട്ട പണ്ട് എന്തെങ്കിലും ഒരു പറ്റിങ് ചെയ്യണം നന്നായി. തൃശ്ശൂർ സമ്മേളനത്തോടനുബന്ധിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടുമൂന്ന് അല്ല, അത് നടേശ് സാറോട്ടൊന്ന് ആശയവിനിമയം നടത്തിയാമോ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ മറ്റേ കൈകൊട്ടികളിയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളായിട്ട് കണക്ഷനുള്ള ഇവിടെ സംഘടനകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. ഗുരുദേവന്റെ പറ്റിയുള്ള തിരുവാതിരക്കളി നടത്തുന്ന ടീമുണ്ട്. ഒക്കെ നമുക്കിവിടെ ആൾക്കാരുണ്ട്. അപ്പോ അത് പല സ്ഥലത്തും ഇപ്പൊ അവതരിപ്പിച്ചും വരുന്നുണ്ട്. കൈകൊട്ടി കളികള് നഗ തിരുവാതിരക്കളിയൊക്കെ അവതരിപ്പിച്ച് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഈ ശർമ്മസാറിനെ ആരും ഇപ്പൊ അനുസ്മരിക്കുന്ന കണ്ടില്ല. അദ്ദേഹം വളരെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു കുട്ടികൾക്ക് പോലും പറഞ്ഞ മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. കേട്ടാൽ അറിയാലോ, കേട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് ഒരു അനുസ്മരിക്കുന്ന ഒരു പരിപാടി തൃശ്ശൂർ സമ്മേളനത്തിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ദശമായിട്ട് സംബന്ധിച്ചിട്ടേ. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് ബ്രേക്കാ പോകുന്ന ശ്രീമാറി കേട്ടോ, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നീട് സംസാരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഈ നടന്ന ചർച്ചകളെ എല്ലാം ഒരു സമപ്പെടുത്തുകൊണ്ട് നമ്മുടെ ചെയർ സംസാരിക്കും. ശശികല. ലക്ഷ്മിജി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, TPC എല്ലാവരും റെലവെന്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു. അങ്ങയുടെ ഉപദേശം അല്ല, നമ്മളന്ന് പിന്നെ ഈ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ചില പ്രോഗ്രാമുകൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതെ അതെ. TPC എനിക്ക് ഒരു സജഷൻ അങ്ങ് പറഞ്ഞത് തന്നെയാണ് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയാനുള്ളത്. പാഞ്ചജന്യം ഭാരതത്തിന്റെ പേരിലുള്ള അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളൊരു സയന്റിസ്റ്റ് തന്നെയാണ് അത് കൊടുക്കുന്നതും അത് കൈപ്പറ്റുന്നവർക്കുള്ള ഒരു ഇമോഷണൽ ഫീൽ ഉണ്ടല്ലോ, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്, അതിന് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നലുണ്ട്. മറ്റൊന്ന്, ഇപ്പം നമ്മുടെ ഡോക്ടർ അനിതാ ശങ്കർജി പറഞ്ഞ വലിയൊരു കാര്യം, നമ്മൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കൃഷി പോലെയുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങുക, അതിന് ഡയറക്ഷൻ നൽകാനായിട്ട് നമുക്ക് എല്ലാ മേഖലയിലും ജീനിയസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ചെയർമാൻ നമുക്കുണ്ട്, ഡോക്ടർ ശശികുമാർജി. അതുപോലെ തന്നെ സ്വയം തന്നെ കുട്ടികളെ ഈ ലഹരി മുക്തമാക്കുക, ബിജോജി പറഞ്ഞ പോലെ ലഹരിക്കെതിരെയുള്ള ഒരു അവരെ മൈൻഡ് ഒക്യുപ്പൈ ചെയ്ത് അവരെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ചൈൽഡ് ഡെവലപ്മെന്റ് വിങ് തന്നെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ തന്നെ പാഞ്ചജന്യം നെയിം എല്ലായിടത്തും സ്ഥാപിച്ചുകൊണ്ട് സാധിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഡോക്ടർ സരസു പറഞ്ഞതുപോലെ നമ്മളുടെ നെയിം എല്ലായിടത്തും എത്താനുള്ള രീതിയിൽ നമുക്ക് താലൂക്ക് ലെവലിൽ തന്നെ സമിതി രൂപീകരണങ്ങളിലോട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. അതുപോലെ ക്ഷേത്രങ്ങളില് നമ്മൾ ദേവസ്വം ബോർഡിന്റെ അനുവാദം ഒന്നും വാങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ മുന്നിട്ട് നിന്ന് ക്ഷേത്ര പരിസരത്ത് ഇരുന്നു കൊണ്ട് കൂട്ടായ്മകളില് സംസാരിക്കാനും അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്താനും അല്ലെങ്കിൽ അവിടെ കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള രീതിയിൽ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അഡീഷണൽ പിന്നെ മറ്റൊന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു കോസ് എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡോക്ടർ രാജഗോപാൽ, എൻ്റെ ഫാദറിന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, അദ്ദേഹം പത്മശ്രീ രാജഗോപാൽ ഡോക്ടർ അനസ്തെറ്റിസ്റ്റ് ആണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് പാലിയേറ്റീവ് കെയർ, അദ്ദേഹം അതിന്റെ ഗോഡ് ഫാദർ ആണ്. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾ നമുക്ക് പാലിയേറ്റീവ് സെന്റർ പോലെ അതിന് നമുക്ക് സോഷ്യൽ സപ്പോർട്ട് ധാരാളം കിട്ടും, ഫണ്ട് കിട്ടും. അങ്ങനെ ഒരു വിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ തന്നെ ഹിന്ദു സമൂഹത്തിലെ എല്ലാവർക്കും ആവശ്യമുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ചെല്ലാം, അവരുടെ ഡൊണേഷൻസ് സ്വീകരിച്ചുകൊണ്ട് പാലിയേറ്റീവ് യൂണിറ്റ് പാഞ്ചജന്യത്തിന്റെ പേരിൽ നടത്തുക, ഒരു ആംബുലൻസ് സർവീസ് പോലെ അതിന് എല്ലാത്തിനും നമുക്ക് ഫണ്ട് കിട്ടാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ നല്ലൊരു ചെയർപേഴ്സൺ നമുക്കുണ്ട്, വിനോജിയെ പോലെ നല്ല കാര്യപ്രാപ്തിയുള്ള ജനറൽ സെക്രട്ടറി നമുക്കുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഒന്നിനൊന്ന് അവരവരുടേതായ മേഖലകളിൽ എക്സ്പേർട്സ് ആണ്. ഇത്രയും വലിയ എക്സ്പേർട്സ് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഈസി ആയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഡോക്ടർ TPC. EMG ഒന്നും പറഞ്ഞില്ല. EMG ഡോക്ടർ EMG വന്നിട്ട് മുഖം കാണിച്ചു പോയി.
അഡ്വക്കേറ്റ് സന്തോഷ് പുതുതായിട്ട് ചേർന്നതാണ്. ഞാൻ തുടക്കം മുതലുണ്ടായിരുന്നു. ഞാൻ യാത്രയിലായിരുന്നോണ്ടാണ്. തുടക്കം മുതലുണ്ടായിരുന്നു. നമസ്കാരം. ഞാന് വളരെ ദൂര യാത്രയിലെ ഒരു രോഗിയെ കണ്ടിട്ട് വരുന്ന സമയമായതുകൊണ്ടാണ്. തുടക്കം മുതലുണ്ടായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ശശികുമാർജി സൂചിപ്പിച്ച അല്ലെ നമ്മുടെ മുമ്പിൽ വെച്ച ഒരു മാർഗരേഖ, പലരും പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. ശരിക്കും നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു കോമൺ പരിപാടി, അത് അഖിലേന്ത്യാ തലത്തിൽ പ്രധാനമായും ഇപ്പൊ നമ്മള് മലയാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംരക്ഷണം റേഞ്ചിന്റെ പ്രശ്നം വരുന്നത്. സാറേ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, കേൾക്കാൻ വയ്യ. കേൾക്കത്തില്ലേ? ഇപ്പൊ കേൾക്കത്തില്ലേ? കേൾക്കാമോ? അപ്പൊ നമുക്കത് ജാതിയോ മതമോ നോക്കാതെ നമുക്ക് ധർമ്മ സംരക്ഷണം ഉപയോഗിക്കാവുന്ന എഴുത്തച്ഛന്റെ രാമായണം നമ്മള് കേൾക്കാൻ വയ്യ സാർ. നമ്മുടെ പ്രശസ്തരായ നമ്മുടെ സംഘടനാ പ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി അവിടെ ജാതി സംഘടനകളാകാം, സാമൂഹിക സംഘടനകളാകാം, അവരെ പങ്കെടുപ്പിക്കുക വഴി പാഞ്ചജന്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. ഒന്ന്. മറ്റൊന്ന്, നമുക്ക് സ്ഥാനീയമായി വിശേഷാൽ വരുന്ന പരിപാടികളുണ്ട്, നമ്മൾ അങ്ങോട്ട് ചെന്ന് ആദരിക്കുക. ഇത് നമ്മുടെ പരിപാടികൾ, അവരെ ക്ഷണിക്കുക, അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുക, അവരെ പങ്കെടുപ്പിക്കുക, അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമിയുടെ പരിപാടി കോട്ടയത്ത് നടത്തിയപ്പോൾ എത്രയോ ജാതി സംഘടനകളുടെ ആളുകൾ ഒന്നായിട്ട് അവിടെ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. SNDP യൂണിയന്റെ പ്രസിഡന്റ് വരെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പരിപാടി നടത്തുമ്പോൾ NSSന്റെയോ ബ്രാഹ്മണ മഹാസഭയുടെയോ പുലയ മഹാസഭയുടെയോ ഏതെല്ലാം ജാതി സംഘടന അവരെ പങ്കെടുപ്പിക്കുമ്പോൾ ജാതി മറന്ന് അവരെ കോമൺ ആയിട്ട് ആ ഗുരു സാഗരം പരിപാടിയിൽ പങ്കെടുക്കും. ഈ രണ്ടു തരത്തിലും പങ്കെടുപ്പിച്ചാൽ നല്ല സെലക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. നമ്മൾ അവര് വേറൊരു സംഘടനയിൽ നമ്മുടെ ആളുകൾ പോകരുത് എന്ന് പറയുന്നതിനേക്കാൾ അവരെ നമ്മൾ കൂട്ടുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഇൻക്ലൂസീവ്നെസ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു ശശികുമാർ സാർ ആദ്യം പറഞ്ഞ ആ ഒരു ദർശനം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് വിശേഷാൽ ഉള്ള ചില പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ അത് നമ്മുടേതായ ചില, ഇപ്പോ നമ്മുടെ യുവഭാരതിയുടെ ബിജോ പറഞ്ഞതുപോലെ അതാത് സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ നമ്മളൊരു സമര സംഘടനയോ അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് സംഘടനയോ അല്ലാതെ ശരിക്കുള്ള ഹിന്ദുത്വ ബോധം ഉണ്ടാക്കുവാൻ, ധർമ്മബോധം ഉണ്ടാക്കുവാൻ. ഇവിടെ മതത്തിന്റെ പ്രശ്നമില്ല, ജാതിയുടെ പ്രശ്നമില്ല, നമ്മുടെ സനാതന ധർമ്മമാണ്, അത് ലോകത്തിന് മുഴുവൻ പറ്റുന്നതാണ്. നമ്മൾ പ്രോ ആക്റ്റീവായി അത് കൊടുത്താൽ ജനം അത് അംഗീകരിക്കും. അതിനുള്ള കാര്യപരിപാടികൾ നമ്മൾ വ്യാപകമായി നടത്തുമ്പോൾ, സ്ഥാനീയമായും ദേശീയമായി നടത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉദ്ദേശം ആദ്യം നമ്മൾ പറഞ്ഞ നമ്മുടെ ധർമ്മ സംസ്കാരം, നമ്മുടെ സംസ്കാരവും ധർമ്മവും സംരക്ഷിക്കൽ, അതിന്റെ പഠന ബോധനങ്ങളെല്ലാം നടക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ പിന്നാലെ വന്നോളൂ. ഹിന്ദുത്വവും ഹിന്ദുത്വ ബോധവും വരുമ്പോൾ അതിന്റെ സംരക്ഷണത്തിനെ വരും. ബോധമില്ലാത്ത എന്ത് സംരക്ഷിക്കാനാണ്? തീർച്ചയായും നമ്മുടെ തുടക്കം മുതലുള്ള പരിപാടികൾ മുതൽക്കൂട്ടാണ്. ഇനിയും അത് ചെയ്യാൻ കഴിയും. അതിന് പറ്റിയ നേതൃനിരയാണ് നമുക്ക് 26 അംഗങ്ങളുള്ള കോർ കമ്മിറ്റി, വിശേഷാൽ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് ഭാവാത്മകമായി വിജയകരമായി നടത്തുവാൻ നമുക്ക് കഴിയും. വളരെ സന്തോഷം. എല്ലാ ചർച്ചകളും അതിനകത്തുള്ള പോയിന്റുകളെല്ലാം നമ്മള് ഈ ഇപ്പോ കൊല്ലത്ത് പറഞ്ഞ ടീച്ചർ പറഞ്ഞ കാര്യം ഒരു പ്രത്യേക ഉദാഹരണമാണ്. അത്തരം ചില ഇനിഷ്യേറ്റീവുകൾ നമുക്ക് എടുക്കാൻ പറ്റും. കോമൺ ആയിട്ട് ദേശീയ എല്ലാം ചെയ്ത് പ്രചാരണം, അത് കോർ കരിക്കുലം, അതിലേക്ക് പരിപാടിയും നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും.
നമ്മുടെ സംഘടനയ്ക്ക് അത് കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ടെ, നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ ആണ് 21 ആണ്, ജൂൺ 21 ആണ്. നമുക്ക് പാഞ്ചജന്യത്തിന്റെ ബാനറിൽ അത് ഈ യോഗ പഠിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഞാനിപ്പോ യോഗ ടുഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു സൗരം എന്ന് പറഞ്ഞ IIT പഠിച്ചൊരു പയ്യൻ നടത്തുന്ന യോഗയാണ്. 4 ലക്ഷം പേരാണ് ഞങ്ങൾ യോഗ ചെയ്യുന്നത്. രാവിലെ എല്ലാ ദിവസവും 6 നമ്മൾ നോക്കി 6:30 7:30 വൈകിട്ടും ഇതുപോലെ തന്നെ 6:30 7:30. എത്ര പേരാ ചെയ്യുന്നതെന്നറിയോ? തീർച്ചയായിട്ടും പാഞ്ചജന്യത്തിന്റെ ബാനറിൽ ഒരു യോഗ ക്ലാസ് തുടങ്ങണം. അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം 14 ദിവസം ഫ്രീ യോഗ കൊടുത്തു. അത് കഴിഞ്ഞ് 1 വർഷം നീണ്ടിരിക്കുന്ന പരിപാടിയാണ്. 1 വർഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 12,000 rupees അടയ്ക്കണം. ഇപ്പൊ സ്പെഷ്യൽ ഓഫറാണ് 3,999. നമ്മളെല്ലാം 3,999 അടച്ചു. നമുക്കെല്ലാം യോഗ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പാഞ്ചജന്യത്തിന്റെ ബാനർ നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും അത് തുടങ്ങിയേ പറ്റത്തുള്ളൂ. അത് വലിയൊരു പബ്ലിസിറ്റിക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷനും ജനറൽ സെക്രട്ടറി അതൊന്ന് പ്രത്യേകം ചിന്തിക്കണേ. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. എനിക്ക് ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തരണം. എൻ്റെ പേര് അഡ്വക്കേറ്റ് സന്തോഷ്, കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോ ഇത്രയും സബ്ജക്ട്സ് നമ്മൾ കേട്ടു, പക്ഷെ അതിലാരും അങ്ങനെ ലവ് ജിഹാദിനെ പറ്റിയിട്ട് അധികം ആരും പറയുന്നത് കേട്ടില്ല. കാരണം ഹിന്ദു സമൂഹത്തിലും ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലും ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലവ് ജിഹാദ്. ഈ ലവ് ജിഹാദിന്റെ കേസിൽ ഒന്നില്ലെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് മുസ്ലിങ്ങളായിരിക്കും, ഇപ്പുറത്തുനിന്ന് ഹിന്ദുക്കളായിരിക്കും. ഇങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുക്കാൻ ഹിന്ദു അഡ്വക്കേറ്റ്സും ക്രിസ്ത്യൻ അഡ്വക്കേറ്റ്സും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, പിന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ കോഴിക്കോട് ഇപ്പോൾ സേവാഭാരതിയിൽ കഴിയുന്ന 2 കുട്ടികളുടെ കേസ് വളരെ വിജയപൂർവ്വം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വക്കീലാണ് ഞാൻ. അവരുടെ അച്ഛനും അമ്മയും മരിച്ചു. അച്ഛൻ മുസ്ലിമായിരുന്നു, അമ്മ ഹിന്ദു ആണ്. ആ വിഷയത്തിൽ ഈ കേസ് കോടതിയിൽ എത്തിയ സമയത്ത് അവരെ രക്ഷിക്കാൻ ഒരു വക്കീലും വന്നില്ല. അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പോൾ അത് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് BJPയുടെ ലീഗൽ സെൽ ഹെഡ് കൃഷ്ണദാസ് P നായർ, അദ്ദേഹത്തിന്റെ വൈഫും മാത്രമാണ്. മറ്റുള്ള വക്കീലുമാരെല്ലാവരും പിന്നിലേക്ക് നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടന, അവരുടെ ഇടയിലും ഒരുപാട് ലവ് ജിഹാദ് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തില് കോഴിക്കോട് ഈ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെയാണ് അത് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് രക്ഷിക്കാൻ പറ്റും. മയക്കുമരുന്നിന്റെയും പല അടിമകളായിട്ടും അതിലേക്ക് ഈ പെൺകുട്ടികളെ, ചെറിയ കുട്ടികളെയും കൊണ്ടുപോകുന്നതും ഈ ലവ് ജിഹാദ് വിഷയം ഇത്ര വളരെയധികം ശക്തമാണ്. അതില് ഈവൻ കേരള ഗവൺമെന്റ് വരെ അതിനെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് എന്ന തെളിവ് എൻ്റെ അടുത്തുണ്ട്. ഞാനത് കോടതിയിൽ ഹാജരാക്കിയതാണ്. അപ്പോഴാണ് ജഡ്ജ് പറഞ്ഞത്, അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ പറയരുത്, നേരെ ഹൈക്കോടതിയിൽ പോയിക്കോളൂ എന്ന്. ഹൈക്കോടതിയിൽ പോയ സമയത്ത് ദേവൻ രാമചന്ദ്രന്റെ ആ ബെഞ്ചില് ഈ കേസ് അവതരിപ്പിക്കുകയും അദ്ദേഹം കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തരുകയും ചെയ്തു. അങ്ങനെ ആ 2 കുട്ടികൾ ഇപ്പോൾ വളരെ സേഫാണ്. ഈ വിഷയം ഒരുപാട് പേപ്പറുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കാരണം പക്ഷെ അത്ര പ്രധാനമായിട്ടുള്ള ഒരു കേസായിട്ടല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും അവര് ഈ വിഷയത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ എനിക്കെതിരെ ഒരു അറ്റാക്ക് വരെ ഉണ്ടായി സാധ്യത ഉണ്ടായിരുന്നു. അതിന്റെ പേരില് ഈവൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തില് ഈ വിഷയത്തില് ഒരു സംഘടനയും അത്ര സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ലവ് ജിഹാദ് കേസുകൾക്ക് ആരെങ്കിലും ഒരു സംഘടന തന്നെ വേണം. കാരണം ഇത് ശ്രീമാർജി സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ, മീറ്റിംഗ് കഴിഞ്ഞു. തീർച്ചയായിട്ടും താങ്കളുടെ അഭിപ്രായങ്ങള്, താങ്കളുടെ പ്രവർത്തനങ്ങള് നമ്മുടെ സംഘടന അറിയിക്കുന്ന ഗൗരവത്തോടു കൂടി അത് പരിഗണിച്ചിരിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ചെയർമാൻ എന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വിളിക്കണം കേട്ടോ, വിട്ടുപോകരുത്. ഓക്കെ, അടുത്ത ടീച്ചേഴ്സ് എനിക്ക് രണ്ട് കാര്യങ്ങളൊന്നും പറയാനുണ്ട്, പറഞ്ഞോട്ടെ. അപ്പൊ ഒന്ന്, നമ്മുടെ അനിയത്തിച്ചര് പറഞ്ഞ പോലെ നമ്മുടെ ഗുരുസാഗരം യോഗയെ കുറിച്ചുള്ള പ്രത്യേക പ്രോഗ്രാം നമ്മൾ വളരെ വൈകാതെ തന്നെ അതിന്റെ ചുമതല എം സാറിനാണ് ആലോചിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഗുരുസാഗരം അധ്യാത്മിക ആചാര്യന്മാരെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര,
അത് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സെക്രട്ടറിമാരെ കംപ്ലീറ്റ് നാളെ 2-3 ദിവസം കൊണ്ട് ബന്ധപ്പെട്ട് സംഘടന വിപുലീകരിക്കാൻ വേണ്ടിയുള്ള കോംപ്രമൈസ് ഇല്ലാത്ത നടപടികൾ നാളെ മുതൽ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതില് അവരുടെ എല്ലാം പിന്തുണ നമ്മൾ ആർജിക്കും. ഒരു 20ഓളം സ്റ്റേറ്റുകളിൽ നമുക്ക് സംഘടന അടിയന്തരമായിട്ട് നമ്മൾ അടുത്തൊരു മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കും. നമ്മുടെ ബിജോ പറഞ്ഞതുപോലെ 2 പ്രസ്താവനകൾ നമുക്ക് ആവശ്യമാണ്. ബിജോ പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നില്ല. അതായത് സിനിമയിലും കലയിലൂടെ ഒക്കെയുള്ള നമ്മുടെ ഹിന്ദുധർമ്മത്തെ വളരെ മലിനസമാക്കുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാംബശിവൻ കഥാപ്രസംഗം പറഞ്ഞപ്പോഴും KPSC നാടകം കളിച്ചപ്പോഴും നമ്മളതൊക്കെ ചിരിയോടുകൂടി കേട്ടെങ്കിലും അത് ക്ഷേത്രങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ക്ഷേത്ര വിശ്വാസികളെ തന്നെ തിരിച്ചുവിടുന്ന ആസൂത്രിതമായ ചിന്തകളായിരുന്നു. അതുപോലെ വിശ്വാസത്തിന്റെ ഗൗരവത്തെ ലളിതവൽക്കരിക്കുന്ന മിമിക്രി എന്ന കലാരൂപത്തിലൂടെ, മിമിക്രി എന്ന് വെച്ചാൽ അനുകരണം, പക്ഷെ ആ കലാരൂപം ക്ഷേത്രത്തിന്റെ ആ വിശ്വാസത്തെ, അതായത് ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ആളിനെയും അവിടെ വരുന്ന ആൾക്കാരെയും അവരുടെ സംസാരം അവരുടെ ഭാഷയൊക്കെ ഒരു കോമഡിയാക്കി അതിനെ ലളിതവൽക്കരിച്ചു. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്കൊരു ഇതോട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഇറങ്ങിയിരുന്നൊരു സിനിമയുണ്ട്. അപ്പം സിനിമ ലോകത്ത് ഈ പുതിയ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ശക്തമായ കലാരൂപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഗൗരവമായിട്ട് നമ്മൾ കാണുന്നു. എല്ലാ രാജ്യത്തിനും എല്ലാ വീട്ടുകാർക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു പാരമ്പര്യമുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഗാർഡിയൻ ഉണ്ട്, പേരൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറയുന്നതിനും അതിനൊരു ബേസിക്കലായ ദേശീയതയുണ്ട്. അത് ഹിന്ദു ധർമ്മത്തിൽ ഊന്നിയുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. മുസ്ലിം രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, പക്ഷെ അവരൊന്നും അവിടെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതായിട്ട് എങ്ങുമില്ല. ക്രിസ്ത്യൻ രാജ്യത്തും ഹിന്ദു രാജ്യത്തിലും ഉണ്ട്. അപ്പൊ 2 പ്രസ്താവനകൾ. ഒന്ന്, ഈ ഹിന്ദുവിന്റെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പൊ വഖഫ് ബോർഡിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ലീലാവിലാസങ്ങൾ, അതിപ്പോ പാർലമെന്റിൽ അതിന്റെ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. എമർജൻസി ആയിട്ട് നമ്മുടെ അധ്യക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ്, ഈ സിനിമ പൃഥ്വിരാജിന് ഒരു കലാകാരൻ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് നമ്മുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ശക്തമായ നമ്മുടെ വിയോജിപ്പും ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഭാവിയിൽ വളർന്നു വരാൻ പറ്റുന്ന ശക്തമായ പ്രതിരോധത്തിന്റെ ആഴവും അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കുറച്ചുകൂടെ പ്രതീക്ഷാജനകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. അവർ എറണാകുളത്തുണ്ട്, അവർ മകനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 വിഷയത്തിൽ നമ്മുടെ പ്രസ്താവന, അതായത് ഹിന്ദുവിന്റെ ഒന്നാമത് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട 2 സ്വത്തുക്കൾ മാറി, ഒന്ന് ബംഗ്ലാദേശിലും ഒന്ന് പാകിസ്ഥാനിലും. പിന്നീട് കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അത് നമ്മൾ ശബരിമല വിഷയത്തിൽ സമ്മതിച്ച കാര്യമാണ്. മനസ്സില്ലാത്ത തന്നെ അതിനകത്ത് കോംപ്രമൈസ് ചർച്ചയോ മതേതരത്വം ഒന്നും നമ്മളെ സംബന്ധിച്ച് തടസ്സമാകുന്നില്ല. പിന്നെ ആളെ കൂട്ടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളുണ്ട്. ജനങ്ങൾ നമ്മുടെ കൂടെ വരാൻ പ്രവർത്തിക്കാൻ TPS പറഞ്ഞ പോലെ പബ്ലിക് വേണം. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാത്ത നേതാജി മുതൽ വിവേകാനന്ദൻ വരെ എന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോഗ്രാം. അതിന് കാരണമുണ്ട്. ആധ്യാത്മിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നമുക്ക് മാതൃകാപരമായിട്ടുള്ള 2 യുഗപുരുഷന്മാരാണ്. അനീതിയോട് സന്ധി ചെയ്യാൻ പാടില്ലെന്നാണ് നേതാജി നമ്മളെ പഠിപ്പിച്ചത്. ആ പാഠം നമുക്കുണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയല്ലേ ചെയ്ത്, അത് പ്രാക്ടീസ് ചെയ്തൊരു തലമുറ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചെയർമാൻ ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. 2 നിർദ്ദേശം 2 സ്റ്റേറ്റ്മെന്റ് ഇറങ്ങണം. ബാക്കി കാര്യങ്ങളെല്ലാം 2-3 ദിവസമായിട്ട് അതിന്റെ ചുമതലപ്പെട്ട ആൾക്കാരുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ അടുത്ത ശനിയാഴ്ച മുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇവിടെ നടന്ന ചർച്ചയുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. നമ്മുടെ മിനിമം പുതിയതായിട്ടൊരു 100 പേരെങ്കിലും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ ഈ ചുമതല ഏറ്റെടുത്ത ഓരോ പ്രവർത്തകരും ചെയ്യണം. ഓരോ സെക്രട്ടറിമാരും അവരുടേതായ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലെ ആൾക്കാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ ഹിന്ദുവിന്റെ ഒരു പ്രധാനപ്പെട്ട, മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ വിഷുവാണ്. അത് നമുക്കൊരു തീരുമാനമായിട്ട് എടുക്കാം. ശശികേട്ട പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് അപ്പം വിഷു എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുവിന്റെ ഇടങ്ങളിലും അവൻ എവിടൊക്കെ ചവിട്ടി നിൽക്കുന്നു, അത് തെരുവാണ് തെരുവ്, അവന്റെ വീടാണ് വീട്, അവന്റെ ആലയമാണ് ആലയം, എവിടെയാണ് അത് ആചരിക്കപ്പെട്ടിരിക്കണം ആ കർമ്മങ്ങൾ. അതിനകത്ത് നമ്മുടെ പ്രഗത്ഭരായ ഹിന്ദു നേതാക്കന്മാർക്ക്, അമ്മമാർക്ക്, അവർക്ക് നല്ല വസ്ത്രങ്ങൾ, നല്ല കാണിക്കകളൊക്കെ കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ ചെയർമാൻ പറഞ്ഞ ആ ഒരു കാര്യത്തെ നമ്മുടെ ലക്ഷ്മികാനന്ദ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഉണ്ടായ ചർച്ചയ്ക്കകത്ത്. അപ്പൊ നമുക്ക്
ഈ പറയുന്ന വിഷുവിന് മുതൽ നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡൽഹിയിലെ സാഹസികതയെ കുറിച്ചുള്ള വലിയൊരു പരിപാടി നമ്മൾ എടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ട് ഞാൻ വിവരങ്ങൾ അറിയിക്കാം. നമസ്കാരം. ശശി സാറെ, അല്ല ശശിയേട്ടാ, കണ്ടിന്യൂ ചെയ്യാം. നല്ല സജഷനാണ്. ഞാൻ വിനോദ് തുടങ്ങിയെടുത്തുനിന്ന് പറഞ്ഞു നിർത്തിയെത്തുനിന്ന് തുടങ്ങുകയാണ്. എനിക്കൊന്ന് പാഞ്ചജന്യം ഭാരതം മിനിമം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മിനിമം കോയിൻ എത്രയാണോ അത് ഫ്രഷ് ആയിട്ടുള്ളത് ബാങ്കുകളിൽ നിന്ന് കിട്ടും. ഞാൻ ഹൈദരാബാദിലൊക്കെ പണ്ട് DRDOയില് നടത്തിയിരുന്നൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് വിഷ് കൈനീട്ടം കൊടുക്കലാണ്. അപ്പോൾ വിഷ് കൈനീട്ടം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിഷ് കൈനീട്ടം. അത് 1 രൂപയാണെങ്കിൽ 1 രൂപയാണ് അന്നൊക്കെ കൊടുത്തിരുന്നത്. വലിയ ക്യൂ ആയിരുന്നു. അത് വലിയൊരു സംരംഭമായിട്ട് കുറച്ചു കാലം കൊണ്ട് നടത്തിയിരുന്ന ഒരാളാണ് ഞാൻ ഹൈദരാബാദിൽ. അപ്പം അത്തരം പ്രോഗ്രാമുകളൊക്കെ വേണം. എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും വളർന്ന് വലുതായ മരത്തിന് എവിടെയൊക്കെയോ വളം വെക്കുക എന്നൊക്കെ പറയുന്നൊരു സ്വഭാവമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഭാരതത്തിന്റെ വലിയ സ്വപ്നമാണ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഒരിക്കലും നടക്കാൻ പോണില്ല. ഞാൻ 4 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന് പറഞ്ഞ കൺസെപ്റ്റില് പല സ്ഥലത്തും ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ വലിയൊരു മോഹമാണ് ഒരു ചെയിൻ ഓഫ് ഇൻഫോർമൽ സ്കൂൾസ്, ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെ. അത് മാതൃഭാരതിയുടെ ആഭിമുഖ്യത്തില് എത്ര സ്കൂൾസ് തുടങ്ങാൻ പറ്റുമോ അതിനൊക്കെ പാഞ്ചജന്യം ഭാരതത്തിന്റെ ബാനറിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങുന്ന സ്കൂൾ ചിലപ്പോൾ വലിയ സ്കൂളിന്റെ സംരംഭമായിട്ട് മാറാം. ഉയർന്നു വരുമ്പോൾ തുടങ്ങുമ്പോൾ വളരെ ഇൻഫോർമലായിട്ട് അതെവിടെയൊക്കെ തുടങ്ങാൻ ഒരു കമ്മിറ്റി രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് 10-20 പേര് ഇതിന് വളണ്ടിയേഴ്സായിട്ട് എവിടെ വന്നാലും അവിടെ ഒരാഴ്ച വന്ന് താമസിച്ചവരെ ഈ ഒരു ഭാരതീയ സിദ്ധാന്ത പ്രകാരം ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലാംഗ്വേജ് സ്കിൽ, ഇത്തരം മിനിമം റിക്വയർമെന്റ് ഉള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇതൊക്കെ ആവശ്യമുള്ള കംപ്ലീറ്റ് 4 പുസ്തകങ്ങൾ ഒരു 400-500 പേജിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ എൻ്റെ ചെലവിൽ വന്നിട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ മാതൃഭാരതി അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും പാഞ്ചജന്യം ഭാരതത്തിന്റെ ബാനറിൽ തന്നെ സ്കൂൾസ് തുടങ്ങാൻ പറ്റും. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സമൂഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 2 ഹോസ്പിറ്റൽസ് തുടങ്ങാൻ കുറച്ചും കൂടി കാശ് മുടക്കും, വലിയ വൈദഗ്ധ്യമൊക്കെ വേണം. സ്കൂൾസ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ചെറിയ പ്രായത്തിൽ തുടങ്ങാൻ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഭാരതീയമായ പൈതൃകം പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് കുറേ സെറ്റ് ഓഫ് സ്കൂൾസ് ആണ്. ഹയർ എഡ്യൂക്കേഷനിലേക്കൊന്നും പോകണമെന്നില്ല. ആ ബാലപാഠം പഠിപ്പിച്ചിട്ട് നമുക്കത് ഫോർമൽ ആക്കിയിട്ട് മാറ്റാൻ പറ്റണം. കല, ഈ പറയുന്ന എല്ലാ തരത്തിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ ഓരോ സ്ഥലത്തും കമ്മിറ്റികൾ തപ്പേണ്ടി വരില്ല. ഈ സ്കൂൾസിന്റെ മെമ്പേഴ്സും അത് നടത്തുന്ന പാരന്റ്സും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറും. അത് ജനങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗമാണ്. അത് ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മോഡലായിട്ടൊരു ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഒരു 5 എണ്ണം തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം 25 ആക്കാൻ പറ്റും. അതിന്റെ സക്സസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് ഈ ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സ്കിൽ. അതിന് തയ്യാറായിട്ടുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ബാക്കി എല്ലാ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു വിനോദ് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണോ ആക്ഷൻസ് വേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടും അതിന് വളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതാണ് വേണ്ടത്. ആറന്മുളയിലേക്കുള്ള പ്രോഗ്രാം നമ്മൾ അവിടെ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, മാതൃസമിതി ഉണ്ടാക്കാൻ പറ്റുമോ, വിൽപ്പനശാലകൾ ഉണ്ടാക്കാൻ പറ്റുമോ, ഭക്ഷണം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ സമിതികൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അത്തരം ഓരോ സംഭവങ്ങളും ഏറ്റെടുക്കുമ്പോൾ അതിന് കുറെ വളണ്ടിയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇവരുടെയൊക്കെ പേരുകളും വിലാസങ്ങളും നമ്പറുകളും നമുക്ക് ഓരോ സ്ഥലത്തേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ അവരെ അറ്റംപ്റ്റ് ചെയ്യാനും മീറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അതാണ് ചെയ്യാൻ തോന്നുന്നത്. ശശിയുടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് വിട്ടുപോയതാണ്. നമ്മുടെ അനിത ടീച്ചർ വളരെ ആധികാരികമായിട്ട് വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ചുമതലയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. നമുക്കത് ഈ മീറ്റിംഗ് വെച്ച് തന്നെ സാങ്ഷൻ ചെയ്യാം. അനിത ടീച്ചറെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. മാറ്ററെല്ലാം തരണം. നമ്മുടെ ടീച്ചറെ ഒന്ന് മുഴുവൻ പറയുന്നത് കേട്ടിട്ട് നമ്മള് അതിന് ടീച്ചറെ സഹായിക്കാൻ വേണ്ടി ഒരു 5 അംഗ കമ്മിറ്റി ഉണ്ടാവും.
അപ്പൊ അതിനകത്ത് ഇന്ന് നമ്മുടെ സ്പിരിച്വൽ അഡ്വൈസർ, കാര്യം നമ്മുടെ സംഘടനയുടെ കൺസെപ്റ്റ് അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പലരും ധരിച്ചിരിക്കുന്ന വിനോദം നല്ല അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിന് അത് കൊടുത്തത് അദ്ദേഹത്തിന്റെ സാധനയാണ്, അദ്ദേഹത്തിന് സംഘം കൊടുത്ത ധാരണയാണ്. അത് എനിക്ക് പകർന്നു തന്നേ ഉള്ളൂ, ഞാനതിന് സന്നദ്ധമായതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ അതിന്റെ അവകാശി എന്റെ ഗുരുനാഥൻ തന്നെയാണ്. അപ്പം EMG സാറ് നമ്മുടെ ചെയർമാൻ സംഘടനയാണ്. കാര്യം അദ്ദേഹം ഏത് കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഇല്ലാത്തൊരു കമ്മിറ്റി ഉണ്ടാകത്തില്ല. നമ്മുടെ TPS, അതുപോലെ തന്നെ നമ്മുടെ മാതൃവിഭാഗത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്മിജി ഉണ്ടാവും, നമ്മുടെ നടേശ് സാർ ഉണ്ടാവും, ബാക്കി ആൾക്കാരെ നമ്മുടെ ശശീന്ദ്ര സാർ ഉണ്ടാവും. ബാക്കി ആൾക്കാരെ ഈ കമ്മിറ്റിക്ക് തീരുമാനിക്കാം. EMG സാറ്, TPS, ലക്ഷ്മികാനന്ദ്, MP നടേശ് സാർ, 5 പേരായി. ബാക്കി ആരെ വേണമെന്നുള്ളത് നമ്മുടെ അനന്ത ടീച്ചർ നമ്മുടെ ശശിയേട്ടനുമായിട്ട് നമ്മുടെ ചെയർമാനായിട്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ സംഘടനയിലുണ്ട്. അത് ഇപ്പം മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പം തന്നെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ചെയർമാൻ അതിന്റെ അത്യാവശ്യ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. അത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ടീച്ചർക്ക് അതിന്റെ ഒരു ചെറിയ കാര്യം ഒരു എന്റെ മെയിലിൽ അയക്കണമല്ല, ഞാൻ മെയിലായിട്ട് തരാം, മെയിലിൽ അയക്കണമല്ല. അപ്പൊ അത് ഇത് നമ്മുടെ TPS-നെ കോണ്ടാക്ട് ചെയ്താണ്, അദ്ദേഹത്തിനോടൊപ്പം ജോയിൻ ചെയ്തോളും ബാക്കി എല്ലാവരും. കറക്റ്റ് ആയി. നമുക്ക് ഒരു മൈക്ക് ഉപയോഗിക്കാൻ നല്ലത്. പല മൈക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ പല പ്രശ്നങ്ങൾ സാങ്കേതികമായിട്ട് വരും. അത് വേണ്ട, ചെയർമാൻ തന്നെ ആ കാര്യങ്ങൾ നേതൃത്വം ചെയ്തോളും. സെക്കൻഡ്, യോഗ കുറിച്ചുള്ള ആധികാരികമായ പഠനം അത് നമ്മുടെ EMG സാറിന്റെ നേതൃത്വത്തിൽ അത് ഉണ്ടാവും. യോഗായനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ തന്നെ സാറിന്റെ സമയം ചോദിച്ചിട്ട് അതിന്റെ ക്രമീകരണങ്ങൾ നമ്മുടെ ചെയർമാനോട് സംസാരിച്ചിട്ട് ഞാൻ അറിയിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ മാക്സിമം അല്ല മിനിമം ഒരു 11 പേർക്കെങ്കിലും 1-ന്റെയോ 2-ന്റെയോ 10-ന്റെയോ 20-ന്റെയോ 100-ന്റെ അത് അദ്ദേഹത്തിന്റെ ധനസ്ഥിതി അനുസരിച്ച് കൈനീട്ടം കൊടുത്തിരിക്കണം, വിഷു കൈനീട്ടം. നമ്മുടെ പാഞ്ചജന്യത്തിന്റെ മിനിമം മെമ്പർഷിപ്പിനുള്ള ഒരു അവകാശം എന്ന നിലയിൽ വിചാരിച്ചു ഒരു 11 പേർക്കെങ്കിലും കൈനീട്ടം കൊടുക്കണം. എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധമായിട്ട് കണി ഒരുക്കണം. ഇത്തരം പ്രവർത്തനങ്ങളിൽ ക്ഷേത്രങ്ങളും നമ്മുടെ പരിസരത്തും ഉണ്ടെങ്കിൽ നമ്മളെ ക്ഷണിച്ചില്ലേലും നമ്മൾ അങ്ങോട്ട് ചെന്നതിനകത്ത് ഭാഗമാക്കണം. അതിനകത്ത് അർഹമായ ആൾക്കാരെ നമ്മൾ ഇന്ന് മുതൽ കണ്ടെത്തി, ദിവസങ്ങളുണ്ട്, 10-15 ദിവസമുണ്ട്. ഒരാൾക്കെങ്കിലും നമ്മളൊരു ചെറിയ ഉണ്ടോ എന്താന്നുള്ളത് വിഷു കൈനീട്ടം ചെയ്യണം. ഈ 2 കാര്യങ്ങൾ എടുക്കാം. പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടി 3 ദിവസം നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ 3 ദിവസം നടേസാറോട് ആലോചിച്ചിട്ട് അതിന്റെ പ്രചരണ പരിപാടി ഉണ്ടാവും. അതിന്റെ പോസ്റ്റർ പ്രചരണം, അതിന്റെ മറ്റ് കണ്ടന്റുകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ എല്ലാവർക്കും ക്ഷണം ഉണ്ടാവും. പക്ഷെ വേദി ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവിടുത്തെ കമ്മിറ്റിയാണ്. അപ്പൊ അത് നമ്മുടെ അധ്യക്ഷൻ ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ട്, അദ്ദേഹം മറ്റൊരാളെ ചുമതലപ്പെടും, അദ്ദേഹം ഉണ്ടാവും. ജനറൽ സെക്രട്ടറി എന്നല്ല എന്റെ ജോലി ഡൽഹിയിൽ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ്. ആ പരിസരത്തേക്ക് പോലും ഞാൻ പോകാൻ റെഡിയല്ല, അതിന്റെ ആവശ്യമില്ല. അവിടെ നയിക്കാൻ പറ്റുന്ന കാതലുള്ള നമ്മുടെ സ്പിരിച്വൽ അഡ്വൈസർ മുമ്പിൽ ശശീന്ദ്ര സാറ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ സർവ്വമത സമ്മേളനം നടക്കുന്ന ലണ്ടനിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാം എടുക്കും. ഈ കാര്യങ്ങളുടെ അതായത് സമാപിക്കുന്നതോടൊപ്പം തന്നെ മാതൃഭാരതീയ ഒരു നല്ല ഒരു കനത്ത സംഘടനയായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. സെക്രട്ടറിയും പ്രസിഡന്റും ഇരിപ്പുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു 10 സംസ്ഥാനത്തെങ്കിലും നമ്മുടെ മാതൃഭാരതയുടെ ഒരു ചെറിയ യൂണിറ്റ് സംഘടിപ്പിച്ചതിന് ശേഷം അവരുടെ ഒരു സംയുക്ത യോഗത്തിൽ നമ്മുടെ ശശീന്ദ്ര സാർ, നമ്മുടെ TPS, അദ്ദേഹം പറഞ്ഞ സ്കൂളിന്റെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. നമുക്ക് അതിലേക്ക് പോകാം. അതിനുമുമ്പ് അദ്ദേഹം ഞാനോട് സംസാരിച്ച അതിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാനുണ്ട്. മറ്റോട് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിവാണ്. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കണം. ബാക്കി ഇവിടെ പരാമർശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു തീരുമാനമായിട്ട് എടുക്കുകയാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റൂടെ നമുക്ക് ഇടാനുള്ള ഒരു അനുവാദം നമ്മുടെ ചെയർമാൻ നമ്മുടെ കമ്മിറ്റിക്ക് നൽകണം. ഒന്ന്, ഈ വകുപ്പ് ബോർഡ് നമ്മുടെ സ്വത്തുകൾ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമുക്ക് തീർച്ചയായിട്ടും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ സ്ഥലമുള്ളൂ, താമസിക്കാൻ പോകാൻ സ്ഥലമൊന്നുമില്ല. അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല. വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കും. അന്നത്തെ ആൾക്കാരുടെ കഴിവില്ലായ്മ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുമല്ല, നഷ്ടപ്പെട്ടവനെ ഓർത്ത് ദൃഢനിശ്ചയത്തോട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഈ 2 സ്റ്റേറ്റ്മെന്റ് പൃഥ്വിരാജല്ല, ഇപ്പം അതിനേക്കാളും വലിയ ആൾക്കാർ വന്ന് എടുത്തെന്ന് പറഞ്ഞാലും ഹിന്ദുവിനെ വിമർശിക്കുന്ന, ഹിന്ദുത്വത്തിനെതിരായ ഒരു സിനിമയും
ഇനി എടുക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഒരു താക്കീതായിട്ട് നമ്മുടെ പ്രതികരണം വരണം. അപ്പൊ അത്ര ഒരു സ്റ്റേറ്റ്മെന്റ് അത് ടീച്ചേഴ്സ് നമ്മുടെ ശശീന്ദ്രൻ സാറുമായിട്ട് ആലോചിച്ചിട്ട് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പേരിൽ സെൻട്രൽ കമ്മിറ്റി, മാതൃഭാരതി, നമ്മുടെ കലാഭാരതിയോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരേണ്ടത്. ഈ നിർദ്ദേശമുണ്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമുക്ക് സമാപിക്കാം. ഈ സമയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിനോദ്ജി, നമ്മുടെ ഇപ്പം മുൻ തീരുമാനം ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഗുരുസാഗരം ക്വാർട്ടർലി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ തീരുമാനം ഉള്ളതാണ്. അത് ഇന്നത്തെ ഒരു തീരുമാനത്തിൽ അതും കൂടെ കൂടി ഒന്ന് ചേർക്കണം നമ്മളത്. പിന്നെ അതിന്റെ ഈ വെബ്സൈറ്റ് ഇപ്പോൾ അനുദാന്യത് ഏറ്റെടുത്ത് പോലെ തന്നെ ഈ ക്വാർട്ടർലിക്കും അതിന് സമയവും സന്ദർഭത്തിലുള്ള ആരെങ്കിലും അതിന് ചീഫ് എഡിറ്ററോ മാനേജിംഗ് എഡിറ്ററോ ഒക്കെ ആയിട്ട് നമുക്ക് സമിതി ഉണ്ടാകണം. പിന്നെ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്കുകൾ, അതിനിപ്പം പ്രൂഫ് നോക്കുക, അതിന്റെ പ്രസ്സിലുള്ള പരിപാടികൾ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ വർക്കുകളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൂടി അറിയിക്കുക. ഒരു കാര്യം കൂടെ വിട്ടുപോയി, TPS ക്ഷമിക്കണം. നമ്മള് ഗുരുസാഗരം നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെയാണ്. അങ്ങനെ ഒരു മാഗസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നമ്മൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തീരുമാനം കൂടെ നമുക്ക് യോഗത്തിൽ എടുക്കാം. അതിന് സാമ്പത്തികം വന്നാൽ നമുക്ക് കണ്ടെത്തണം. പിന്നെ നമ്മുടെ ചെയർമാന്റെ ഒരു കാതലായ നിർദ്ദേശമാണ്, ഒരാള് നമ്മുടെ സംഘടനയെ നയിക്കാൻ വരുമ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിനകത്ത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളേ ഉള്ളൂ, അത് നമുക്ക് പരിഹരിക്കാം. അതിന്റെ ഒരു ചുമതലയ്ക്ക് വേണ്ടി നമുക്ക് ടീച്ചേഴ്സിന്റെ സജഷനിലേക്ക് വിടുവാണ്. അപ്പൊ ശശീന്ദ്രൻ സാറിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അത് കോൺടാക്ട് ചെയ്ത് അതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഡൽഹി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഡൽഹി സ്റ്റേറ്റ് കമ്മിറ്റി ഏൽപ്പിച്ചോളാം. നമ്മുടെ അരഞ്ജി മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ നമുക്ക് ദിവാരഞ്ചേട്ടനും അരഞ്ജിയും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് അതിന്റെ ലൈസൻസിന്റെ പുതുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ചുമതലയ്ക്ക് ഒരാളെ വെച്ചാൽ അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്തു. എനിക്ക് വന്ന് ശശീന്ദ്രൻ സാർ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് TPS തീരുമാനിക്കും. അദ്ദേഹം ഡൽഹിയിലുള്ള ആൾ തന്നെയാണ് നല്ലത്. പിന്നെ മാഗസീൻ എപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. അഡ്വർടൈസ്മെന്റ് പിടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. അതെ അതെ. അപ്പൊ നമുക്കത് ഏറ്റെടുക്കാൻ തീരുമാനിക്കാം. അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് പ്രസിദ്ധീകരണം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അടുത്ത മീറ്റിംഗ് തീരുമാനിക്കാം. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അപ്പൊ അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി നമ്മുടെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ നന്ദി. നമ്മുടെ ലക്ഷ്മിജി ആണല്ലേ? പാഞ്ചജന്യം ഭാരതം ദേശീയ പ്രവർത്തക സമ്മേളനം 2ാം ദിവസം ഇന്ന് 30-ാം തീയതി മാർച്ച് മാസം നടത്തിയ മീറ്റിംഗിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥന ചൊല്ലിത്തന്ന ശ്രീമതി സതി സുനിൽജി, അതുപോലെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ അനിത ശങ്കർ, അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ഡോക്ടർ TP ശശികുമാർജി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കല്ലേജി, അതുപോലെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ PFG സാർ തുടങ്ങി എല്ലാവർക്കും, സരസു ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും പാഞ്ചജന്യം മാതൃഭാരതിയുടെ പേരിലും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒപ്പം എനിക്കൊരു പേഴ്സണൽ ആയിട്ടൊരു അഭിനന്ദനം നമ്മുടെ ഡോക്ടർ അനിത ശങ്കർജിക്ക് നൽകാനുള്ളത്, എല്ലാവരും ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അല്ലെങ്കിൽ അഡ്വൈസുകൾ പറഞ്ഞപ്പോൾ സ്വയമേവ മൃഗേന്ദ്രത എന്ന് പറഞ്ഞുള്ള ഞാൻ ഏറ്റെടുക്കും, ഞാൻ ചെയ്യും, എന്റെ കോളേജിൽ ഞാൻ 5 പേരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞത്, അതിൽ പരം ഒരു മോട്ടിവേഷൻ ഇല്ല സത്യത്തില്. അതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ആവേശം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്കും ഞങ്ങൾക്കെല്ലാം അങ്ങനെ സാധിച്ചില്ലല്ലോ പറയാൻ എന്നുള്ളത് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ടായിരിക്കുകയാണ്. ഡോക്ടർ TPSG പറഞ്ഞ കാര്യം, നമ്മുടെ എല്ലാം ജില്ലകളിൽ അല്ലെങ്കിൽ നമ്മൾ റിസൈഡ് ചെയ്യുന്ന, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്ലാസ് തുടങ്ങാൻ ഞാനും ഇതാ മുന്നോട്ട് വരികയാണ്. 3 മാസത്തിനകം എൻ്റെ വീട് പണി മേളിലത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമാകും. തീർച്ചയായിട്ടും അവിടെ ഒരു സെന്റർ ആയിക്കൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ആ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ഞാനും എടുക്കുകയാണ്. അവിടെ സൗകര്യങ്ങളെല്ലാം മുകളിലത്തെ ഒരു ഹാള് പോലെ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലാസ് അവിടെ തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് വരുമ്പോഴെല്ലാം എപ്പോഴൊക്കെ TPSG വരുമ്പോൾ അപ്പോഴെല്ലാം അവിടെ കുട്ടികളെ സംഘടിപ്പിച്ച് അത് തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ നൽകിയ നമ്മുടെ ഡോക്ടർ അനിത ശങ്കർജിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടീച്ചർ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഭാരതം ഒന്നുമല്ലെന്ന് പറഞ്ഞൊരു ഗാനം ഉണ്ടല്ലോ, അത് കുട്ടികളെ കൊണ്ട് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കണം. നമ്മൾ ഡൽഹിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അയച്ചു തരുകയും ചെയ്യാം.
അപ്പം നമ്മുടെ ആശയത്തെ കൂടുതൽ നമ്മുടെ ടൈറ്റിൽ സോങ്ങും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിനൊക്കെ ഒരു പ്രചരണം, അത് ഇപ്പൊ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അത് ഗ്രൂപ്പിലേക്ക് വരും. അത് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ പ്രചരിപ്പിക്കണം. നമ്മുടെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ എന്താ പറഞ്ഞ നമ്മുടെ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി നമുക്കൊരു ചുമതല, കാര്യം എല്ലാവരും വലിച്ചു വാരി മെസ്സേജ് ഇടാതെ വളരെ ഇപ്പൊ നമ്മുടെ TPC തന്നെ നിർദ്ദേശിച്ചാണ് നമ്മുടെ ഈ 3 ഗ്രൂപ്പ് കോർ കമ്മിറ്റി അസിസ്റ്റന്റുടെ അല്ലാതുള്ള ഗ്രൂപ്പ് മാത്രമാണ് പാഞ്ചജന്യത്തിന്റെ ആശയത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുള്ള ഗ്രൂപ്പ്. ബാക്കിയെല്ലാം ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. ആ ഗ്രൂപ്പിലെ നമ്മുടെ നേതാക്കന്മാർ വേണമെന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ കൊണ്ടുവന്നത് എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ചെയർമാനും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പ്രധാനപ്പെട്ട ഈ 3 ഗ്രൂപ്പിൽ മാത്രം മതി. അപ്പം ബാക്കി ഗ്രൂപ്പ് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവർക്ക് അവരെ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് സ്കൂള് പോലെ. അപ്പം അനാവശ്യ മെസ്സേജുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കാം. ബാക്കി കാര്യങ്ങൾ തുടർന്നായിട്ടുള്ള ദിവസങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് വിനിമയം നടത്തി സമയബന്ധിതമായി കാര്യങ്ങൾ വളരെ വേഗം തന്നെ അറിയിക്കുക. ഒരു അനാസ്ഥ ഉണ്ടാകത്തില്ല. ഈ തീരുമാനങ്ങൾ നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോൾ മുതൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. മംഗളത്തിലൂടെ അവസാനിപ്പിക്കാം. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി മംഗളം ആരംഭിക്കാൻ വേണ്ടി നമ്മുടെ GM സാർ, അദ്ദേഹം മംഗളം ആരംഭിക്കുമ്പോഴാണ് അതിനൊരു നമസ്കാരം. അവസാനം പറഞ്ഞ പോയിന്റ് ആദ്യം പരിഗണിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ശശികുമാർജി പറഞ്ഞ അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഒരിക്കലും ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സംസ്കാരമോ നമ്മുടെ ധർമ്മമോ പ്രചരിപ്പിക്കാൻ നമുക്കിന്ന് നിയമപരമായി കഴിയില്ല. കാരണം നമ്മുടെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ, കുറ്റകരമായ മാറ്റങ്ങൾ നമ്മളെ അതിൽ നിന്ന് തടയുകയാണ്. നമ്മുടെ സ്കൂളുകളില് എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും അതിന് പറ്റില്ല. പക്ഷേ ന്യൂനപക്ഷ മതങ്ങൾക്ക് എന്തുമാവാവുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായും കേരളത്തിൽ ഇന്ന് ഹിന്ദുത്വ ബോധമുള്ള യുവതലമുറ ഉണ്ടായെങ്കിൽ അതിന്റെ പിന്നിലെ 978 മുതൽ പ്രവർത്തിച്ച ബാലഗോകുലങ്ങളുടെ പ്രസക്തി വളരെ പ്രസിദ്ധമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അതിന്റെ ഒരു പീക്ക് ടൈമിൽ 4800 ഗോകുലങ്ങൾ വരെ കേരളത്തിലുണ്ടായി. ഇപ്പോഴും ശരിക്കും ഒരു 3200 ബാലഗോകുലങ്ങൾ സജീവങ്ങളാണ്. നമ്മുടെ കൊറോണ കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളായിരുന്നു. ഓരോ ഗോകുലങ്ങൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ വാസ്തവത്തിൽ എപ്പോഴും ആ സംഘ കുടുംബത്തെ കുറിച്ച് അറിയാതെ ആലോചിച്ചു പോകും. കാരണം നമ്മള് വാസ്തവത്തിൽ ഒരു വിജയദശമി നാളിൽ തുടങ്ങി സംഘവും അങ്ങനെയാണ്. ഇവിടുത്തെ മെമ്പർഷിപ്പോ സ്ഥാനമോഹങ്ങളോ അല്ല നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തു. തീർച്ചയായും ഈ അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമ്മുടെ ധർമ്മബോധനത്തിന്റെ വലിയ വലിയ കലാശാലകളായി, സർവകലാശാലകളായി മാറും. ഇപ്പോ അനിത ടീച്ചർ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന യോഗ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ചെറിയ തുടക്കമാണത്. നമുക്കത് പല ഭാഗങ്ങളായി, പല സെക്ഷനുകളായി നമുക്കതും ചെയ്യാൻ കഴിയും. തീർച്ചയായും അതിലൂടെ അച്ചടക്കവും ധർമ്മബോധവും ഒക്കെ, വെറുതെ കുറെ യോഗാസനങ്ങൾ ചെയ്യുകയല്ല യോഗ, ധർമ്മബോധവും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുന്ന വലിയൊരു വേദിയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഗുരുസാഗരം പരിപാടി, ശ്രീരാമ സാഗരം പരിപാടി ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം ഗൗരവത്തോടെ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇന്ന് കണ്ടത്. അവരുടെ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. തീർച്ചയായും നമുക്കൊരു ശുഭോദർക്കമായ ഭാവി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് മംഗളകരമായി തന്നെ ഈ ചർച്ച ഇന്നിപ്പോ അവിടെ അവസാനിപ്പിക്കാം. വിനോദ് പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു തുടക്കത്തിന് വേണ്ടി ഇപ്പം അവസാനിപ്പിച്ചിട്ട് പുതിയ തുടക്കത്തിലേക്ക് കടക്കാം. ഓം സർവേ സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ ഭവേ. നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഞാൻ അയച്ച നോട്ടില് പാഞ്ചജന്യം ഭാരതം PJB എന്നാണ്. BJP തിരിച്ചിട്ടാൽ PJB ആയി.
ഇത് കണ്ടുപിടിച്ചില്ലേ? എന്തായാലും ഞാൻ ആദ്യം തന്നെ അതാണ് വിചാരിച്ചത്. ഭയങ്കര അത്ഭുതമായി. പാഞ്ചജന്യം ഭാരതം BJP. അത് BJPക്ക് രാജനൈതികമായ രംഗത്തുള്ള റോളുണ്ട്, നമുക്ക് ധർമ്മബോധത്തിന്റെ റോളാണ്. രണ്ടാണ്. ഇടത് കൈയും വലത് കൈയും തന്നെയാണ്. രാജനൈതികവും ധർമ്മവും ഇല്ലാത്തടത്ത് യോഗേശ്വരനായ കൃഷ്ണനും ധനധരനായ പാർത്ഥനും. യോഗേശ്വരനായ കൃഷ്ണന്റെ സ്ഥാനമാണ് പാഞ്ചജന്യം, പാർത്ഥന്റെ സ്ഥാനമാണ് മറ്റ് പരിവാർ സംഘടനകൾക്ക്. തീർച്ചയായും BJP ഉൾപ്പെടെയുള്ള രാജനൈതിക രംഗം. ഞാൻ പണ്ട് കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയപ്പോ അവരെന്നെ വിളിച്ചത് IFYD-യുടെ പ്രതിനിധിയായിട്ടാണ്. IFYയുടെ പ്രതിനിധിയായിട്ട് ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോഴാണ് ഞാനിങ്ങനെ പിന്നെ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് DYFI ആണ്. ആക്സിഡന്റൽ കോയിൻസിഡൻസ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സംഗതി അവിടെ ഇട്ടിട്ടുണ്ട് ഫോർ ഗ്രൂപ്പിലേക്ക്. ഇത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ശശി സാർ രാവിലെ തന്നെ ആ പ്രസ്താവന സിനിമയുടെ അത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ വഖഫ് ബോർഡിനെ കുറിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് TPS-ഉം നമ്മുടെ വിഷ്ണുജിയായിട്ടൊരു ടോക്ക് നല്ലതായിരിക്കും. നമ്മുടെ യൂട്യൂബിനകത്ത് കൊടുക്കാം. നമ്മൾ ചെയ്തതാ. വഖഫ് ബോർഡ് ഓൾറെഡി ചെയ്തു. നമ്മൾ ഞാനും ലക്ഷ്മിജിയും കഴിച്ചു. അതെ അതെ. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വേണം, നമ്മുടെ സംഘടനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം റൈറ്റിംഗ്. എമ്പുരാന്റെ കാര്യത്തിൽ നമ്മുടെ പാഞ്ചജന്യം കലാഭാരതിയുടെ ബാനറിലുള്ള പ്രതിഷേധം, പാഞ്ചജന്യം കോർ കമ്മിറ്റിയുടെ പ്രതിഷേധം, ഇത് രണ്ടും വരണം. കലാഭാരതി ആയിരിക്കണം അതിനെ എതിർക്കേണ്ടത് ആദ്യമായിട്ട്. കാരണം ഇന്നിപ്പോ അത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രതിഷേധം വന്നപ്പോ മോഹൻലാൽ ഉൾപ്പെടെ ക്ഷമാപണം നടത്തിയിരിക്കുന്നല്ലോ. മല്ലിക സുകുമാരന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറക്കിയാൽ മതി. അതെ, രണ്ടുപേരും ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് പ്രതികരണത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ശക്തിയാണ്. ഒരു പത്രവും പറഞ്ഞില്ല, ഒരു മീഡിയയും പറഞ്ഞില്ല, ജനജീവി ഒഴിച്ച്. അപ്പൊ തീർച്ചയായും ആ പ്രതികരണം, സോഷ്യൽ മീഡിയയുടെ ശക്തി, നമുക്കിപ്പോ സ്ഥാനീയ പ്രവർത്തക ഓഫ്ലൈൻ പോലെ തന്നെ അതിനേക്കാൾ ശക്തമായി ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അതിനെ ഇപ്പൊ നമ്മുടെ ശശിജിയും ലക്ഷ്മിയും ഒക്കെ ചെയ്യുന്ന അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെബ്സൈറ്റിനോടൊപ്പം തന്നെ അനിത ടീച്ചർ പോയില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ സജീവത വളരെ പ്രധാനമാണ്. നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പരുവത്തിൽ യൂട്യൂബിലൂടെ നമ്മൾ പ്രചരിപ്പിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും. കാരണം നമുക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടം പോലെ മേഖലകളുണ്ട്. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബില് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആരുടേതും അതിനകത്ത് ഷെയർ ചെയ്യാം. അതെ. അപ്പൊ നമുക്ക് എന്താണോ ഫേവറബിള് അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഭാഗമായി എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഞാനിപ്പോ നിങ്ങൾ തമ്മിലുള്ള ആ ഗീതാ ചർച്ച എന്റെ ക്ലാസ്സിൽ, യോഗ ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് യോഗ വരുന്നിടത്ത് ഷഡ്ദർശനങ്ങളും അറിയാതെ ഉപനിഷത്തുകളുടെ സംഗ്രഹമായ ഗീതയും വരുമ്പോൾ ഞാൻ പലപ്പോഴും ഈ ചാനൽ ഒന്ന് നിങ്ങൾ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ബാക്കി പിന്നാലെ അവർ ഇവിടെ 2 മുസ്ലിംസ് ആണ്. പക്ഷെ അവർക്ക് ഗീതയും സംസ്കാരവും പഠിക്കാൻ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് 2 പേർക്കും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗീതയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വികാരം കൊള്ളുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ അതിനെ ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയാറുണ്ട്. വളരെ ശക്തമായ സ്വാധീനമാണ് നടക്കുന്നത്. അതുപോലെ എത്ര യൂട്യൂബ് ചാനലുകൾ, മലയാളിയുടെ ചില പ്രത്യേക റീൽസുകൾ, അതുപോലെ തത്വമയുടെ റീൽസുകൾ, ധാരാളം പേര് നമുക്ക് സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല, യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. എക്സ്പ്ലോയിറ്റേഷൻ അല്ല, യൂട്ടിലൈസേഷൻ. സാറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എപ്പോ വിളിച്ചാലും കിട്ടും. 3 ഫോണുണ്ട്. ഞാൻ ആ മെസ്സേജ് വിളിക്കാം, എപ്പോ വേണം, ക്ലാസ്സിനിടയിലും വിളിക്കാം. കാരണം ഇവിടെ അറ്റൻഡൻസോ ബെല്ലോ അടിക്കുന്ന ക്ലാസ് അല്ലേ ഞാൻ. തീർച്ചയായിട്ടും ഈ അക്രമവാസന യോഗയിലൂടെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും?
കുടുംബത്തിൽ യോഗ വരുമ്പോ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ എങ്ങനെ കാര്യങ്ങളിൽ മാറ്റി നിർത്താൻ പറ്റും? കുറെ കാര്യങ്ങൾ അതെ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് സമയം നിശ്ചയിച്ചാൽ മതി. എപ്പോ വേണേ വിളിക്കാം. 3 നമ്പറുകളുണ്ട്. 2 നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. യാഗവും അതിന്റെ ശാസ്ത്രവും യാഗം നമ്മൾ യാഗം നടത്തുമല്ലോ, യാഗവും ശാസ്ത്രവും യോഗയും അക്രമവാസനയും അല്ലെ? യാഗത്തിന്റെ വിഷയത്തില് TPS ആയിട്ടുള്ള കറക്റ്റ് ശാസ്ത്രം പലക്കും യാഗം നടത്തിയ മഴ പെയ്യുമോ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. മഴക്കാലത്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മഴ പെയ്യുന്നിരിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ ശാസ്ത്രം കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിഷയത്തിന്റെ ശാസ്ത്രീയത ഉണ്ടല്ലോ, അത് പരമ്പര പോലെ വരണം. തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ബാംഗ്ലൂരാണോ കേരളത്തിലാണോ?